ഗുഡ് ഈവനിംഗ്. ഈ സമയം വരെയുള്ള വാർത്തയുടെ മുഴുവൻ ചിത്രവുമായി മിഡ് ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം നമുക്ക് പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകർന്ന് മുഖ്യമന്ത്രിയുടെ പര്യടനം തിരുവനന്തപുരത്ത്. നെയ്യാറ്റിൻകരയിലും കഴക്കൂട്ടത്തും നേമത്തും പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. AK ആന്റണിക്ക് സീതാറാം യെച്ചൂരിയുടെ മറുപടി. തുടർഭരണം വേണമെന്നാണ് ജനാഭിലാഷമെന്ന് യെച്ചൂരി. ഇടതുപക്ഷം വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് അധികാരത്തിലെത്തുമെന്ന് പ്രകാശ് കാരാട്ട്. സർക്കാരിന് പിന്തുണയുമായി കാന്തപുരം വിഭാഗം. തുടർഭരണം നാടിന്റെ വികസനത്തിന് നല്ലത്. സർക്കാരുമായുള്ളത് ഊഷ്മള ബന്ധമെന്നും കാന്തപുരം വിഭാഗം. ലീഗ് മുസ്ലിം സമുദായത്തെ വിഭജിക്കുകയാണ് ചെയ്തതെന്നും വിമർശനം. KPCCയുടെ 1000 വീട് പദ്ധതിയിൽ മുല്ലപ്പള്ളി പുറത്തുവിട്ട കണക്കുകളിൽ ദുരൂഹത. വീടിനായി ആകെ പിരിഞ്ഞു കിട്ടിയ കണക്ക് എത്രയെന്ന് പറയാതെ KPCC അധ്യക്ഷൻ. മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോത്തിലാൽ വോറ 2,16,00,000 രൂപ നൽകിയെന്ന് കണക്കിൽ. കേരളത്തിൽ നിന്ന് ലഭിച്ച തുക എത്രയെന്ന കണക്കിലും അവ്യക്തത. ഏപ്രിൽ 1 മുതൽ പുതിയ ബോണ്ടുകൾ പുറപ്പെടുവിക്കാം. തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. പശ്ചിമ ബംഗാൾ അസം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. ആദ്യഘട്ടത്തിൽ വിധിയെഴുതുന്നത് ബംഗാളിലെ 30 മണ്ഡലങ്ങളും അസമിലെ 47 മണ്ഡലങ്ങളും. വോട്ടെടുപ്പ് കനത്ത സുരക്ഷയിൽ. തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ ബിരുദധാരി എന്ന് തെറ്റായി രേഖപ്പെടുത്തിയെന്ന കൈരളി ന്യൂസിന്റെ വെളിപ്പെടുത്തലിന് മറുപടി പറയാതെ കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലം നൽകിയിരിക്കുന്ന ബിരുദ വിഷയത്തിൽ ഒരു അപാകത ഉണ്ട് എന്നുള്ള കാര്യത്തിലുണ്ടല്ലോ, അതിലെങ്ങനെയാണ് രേഖകൾ സംബന്ധിച്ച കാര്യങ്ങൾ? രേഖകൾ കൊണ്ടല്ലേ നിങ്ങൾ നടക്കുന്നത്? അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങളുമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത്. വേറൊന്നും പറയാനില്ലേ? മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് സുരേന്ദ്രൻ ഒഴിഞ്ഞു മാറുന്നത് തുടർച്ചയായ 4ാം ദിവസം. രാജ്യത്ത് അതിതീവ്ര കോവിഡ് വ്യാപനം. 24 മണിക്കൂറിനിടെ 59,118 പുതിയ കേസുകൾ. 257 മരണം സ്ഥിരീകരിച്ചു. മഹാരാഷ്ട്രയിൽ 2 ജില്ലകളിൽ ലോക്ക്ഡൌൺ. നോക്കാം വിശദമായി. ജനങ്ങൾക്കിടയിൽ ജനനായകൻ. LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശം പകർന്ന് മുഖ്യമന്ത്രി ഇന്ന് തലസ്ഥാന ജില്ലയിലാണ്. തലസ്ഥാന ജില്ലയിൽ പ്രചരണത്തിനായി മുഖ്യമന്ത്രി എത്തുമ്പോൾ ആവേശത്തോടെ കാത്തുനിൽക്കുകയാണ് ഇടത് ക്യാമ്പ്. വിവരങ്ങൾ നൽകാനായി ചേരുന്നത് ഗോകുലാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഗോകുൽ, മുഖ്യമന്ത്രിയുടെ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് പര്യടനങ്ങൾ ഇന്ന് എവിടെയാണ്? സമഗ്രമായ വിവരങ്ങൾ എങ്ങനെയാണ്? ഏതൊക്കെ സ്ഥലങ്ങളിലാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രസംഗിക്കുന്നത്? മനു, ഉച്ചയ്ക്ക് ശേഷമാണ് തലസ്ഥാന ജില്ലയിലെ മുഖ്യമന്ത്രിയുടെ പര്യടനം ഇന്ന് ആരംഭിക്കുക. 3 മണിക്ക്, വൈകിട്ട് 3 മണിക്ക് മുനിസിപ്പൽ സ്റ്റേഡിയം, നെയ്യാറ്റിൻകരയിലുള്ള മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ പരിപാടി. 4:30 കുമരിച്ചന്ത, നേമം മണ്ഡലത്തിലെ കുമരിച്ചന്തയിലാണ് രണ്ടാമത്തെ പരിപാടി. 6 മണിക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലും ത്തിൻ്റെ മുൻവശത്തും മുഖ്യമന്ത്രിയുടെ മൂന്നാമത്തെ പരിപാടിയും നടക്കും. അത് കഴക്കൂട്ടം മണ്ഡലത്തിലാണ്. ഇന്ന് 3 പരിപാടിയാണ് മുഖ്യമന്ത്രിക്ക് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. ഈ പര്യടനത്തിൻ്റെ ഭാഗമായി തന്നെ വലിയ ആവേശത്തിലാണ് ഇടതുപക്ഷ പ്രവർത്തകരും ജനങ്ങളുമൊക്കെ തന്നെ. കാരണം ഈ മാർച്ച് 17-നാണ് മാനന്തവാടിയിലാണ് ഈ ഒരു പര്യടനം ആരംഭിച്ചത്. അന്ന് തൊട്ട് ഇന്ന് വരെ മുഖ്യമന്ത്രിയുടെ എല്ലാ യോഗത്തിനും വലിയ ആവേശത്തിലാണ് പ്രവർത്തകരെല്ലാം തന്നെ പങ്കെടുത്തിട്ടുള്ളത്. ജനങ്ങളും വലിയ ആവേശത്തിലാണ്. അതിൻ്റെ ഒരു ആവേശത്തിൻ്റെ തുടർച്ച എന്നോണം തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലും ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവർത്തകരെല്ലാം തന്നെ വളരെ ആവേശത്തിലാണ്. മുഖ്യമന്ത്രിയെ വരവേൽക്കാനായി അവർ കാത്തു നിൽക്കുകയാണ്. മനു, ശ്രീ ഗോകുലാണ് ഈ വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം ഇന്ന് തലസ്ഥാന ജില്ലയിലാണ്. ആവേശത്തോടെ കാത്തുനിൽക്കുകയാണ് ഇടതുപക്ഷ പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ കേൾക്കാനായി. ഏതായാലും മറ്റു വാർത്തകളിലേക്ക്. AK ആന്റണിക്ക് ഇന്ന് സീതാറാം യെച്ചൂരി ഒരു മറുപടി നൽകിയിരിക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസം തുടർഭരണം ഉണ്ടാകുമോ എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട AK ആന്റണി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനാണ് ഇന്ന് സീതാറാം യെച്ചൂരി മറുപടി പറഞ്ഞിരിക്കുന്നത്. ഭരണ തുടർച്ച വേണമോ എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. കേരളത്തിൽ തുടർഭരണം വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആന്റണിക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടാകാം, എന്നാൽ ജനങ്ങളുടെ അഭിപ്രായം അതാകണമെന്ന് നിർബന്ധമില്ല എന്നും സീതാറാം യെച്ചൂരി ഇന്ന് പറഞ്ഞു. People so far have decided that it is the best for the people, for the state, to have the continuation of the LDF government. That is very clearly visible. All the campaign that I have been party to in the last 3 days. So LDF government is coming back, and that is the desire of the people. Mr. Anthony is the senior leader. He may have his opinion and assessment.
But the people's assessment is entirely opposite of Mr. Anthony's assessment. That is that people will decide. You had elections after that also, the local body elections. What happened? മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രതികരണം ഈ സമയം വരെ വരുന്നത് കണ്ടത് പ്രകാശ് കാരാട്ടിന്റെ ഭാഗത്തു നിന്നാണ്. അതായത് കോവിഡിനൊപ്പം കേന്ദ്ര സർക്കാരും ജനങ്ങൾക്ക് മേൽ ദ്രോഹങ്ങൾ അടിച്ചേൽപ്പിക്കുകയായിരുന്നു രാജ്യത്തെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ദ്രോഹങ്ങളിൽ നിന്നെല്ലാം ജനങ്ങളെ സംരക്ഷിച്ചു നിർത്തിയ ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇടതുപക്ഷത്തിന് തുടർഭരണം ഉറപ്പാണ് എന്നും പ്രകാശ് കാരാട്ട് പറയുകയുണ്ടായി. We have for the past 1 year had the COVID pandemic which has affected lakhs and lakhs of people. Many have lost their lives. Along with that, we have faced also equally serious dangers. In the same 1 year, we saw how the BJP government at the center, the Modi government, has launched new attacks on the people. This government, controlled by the RSS, is working overtime to subvert the constitution and the secular democratic values embodied in this constitution. So it is at such a time that here in Kerala, the assembly elections are being held. And we must keep this in mind when you elect a new government. Because there must be a government in Kerala which will be able to face these attacks coming from the central government. Because all these new laws and new policies of the central government will have a very adverse impact on Kerala. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട പ്രതികരണത്തിലേക്ക് പോകുന്നു. സീതാറാം യെച്ചൂരി ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് തത്സമയം. Require the LDF again. That's the first reason. The second reason is that during this entire period, there have been many central legislations that are, in our opinion, against the Indian Constitution, violating the Indian Constitution, like the CAA. And on these such issues, and on the issues like the sale of our public sector undertakings, the mega sale, loot of our national assets, and like on the issue of these agricultural laws. On all these issues, the Kerala Assembly has had a different approach and given a different policy direction. CAA, the Assembly rejected. On the privatization of public sector, the announcement that no state public sector unit will be privatized, and more than 1/3 of the loss-making public sector, state public sector units are now turned into profit-making. That was a clear alternate message to the central government and people of India. On the agricultural laws, their rejection by the State Assembly and implementing alternative direction of agrarian reforms, including for the first time in India, any state government announcing a minimum support price for vegetables, 16 vegetables. I mean, this is unprecedented. And the support to the farmers that has been announced by Kerala. So these gave an alternative policy direction, not only in Kerala but to the country as a whole, a message that an alternative is possible that is pro-people, which is not anti-people. Now this is the second factor that has gone into the people's opinion that the LDF must return. The third factor that people are positively appreciating is the fact that during these 5 years there was a hostility from the central government against Kerala. Such hostility they are showing to every non-BJP government in the country, in the states. But to Kerala in particular, that hostility has been very sharp.
Now it's a known factor that for the RSS and the BJP, the principal ideological enemy is the left, and therefore targeting of the left is part of their politics. That is understood. But as the central government, when natural disasters strike various states, the response of the center must be based on what is the requirement that is made from the state. But in the case of Kerala, that has never been done. Not only has the assistance not come, but even when the assistance was forthcoming from your foreign countries and governments, that assistance was also blocked. While the center can take and has been taking foreign assistance, but the assistance to Kerala that was coming in to meet the disasters like the floods particularly, that was not allowed. The legitimate dues for Kerala and the GST, those were not being paid for a long time. And in this manner, the entire hostility of the center and the destruction of the center-state relations and the federal principle, the LDF government was able to withstand all that and overcome that. It has the capacity to withstand a hostile central government, which is now, that can be seen with the ED acting as the agent of the central government. And even that is being resisted. ED failed during the last 5 years, and we are confident it will fail in the coming 5 years also, because none of this is based on any real facts. So what, for the people of Kerala, the message, and for the people of India also, is that again the new Trishulam of the BJP, I call it the new Trishulam. They have a Trishulam for their communal polarization, to destroy the secular democracy in India. But this is their political Trishulam through which they want to operate, where one of the spears is their money power. Using that money power, they can reverse the verdict of the people in elections. They have done that in Goa. They lost the election, but they formed the government. They've done that in Karnataka. They've done that in Madhya Pradesh. They've done that in Arunachal Pradesh. And using this money power, they are able to buy opposition MLAs. And more than 50% of such opposition MLAs are from the Congress party. Through this, they think that electoral verdict is meaningless, people's mandate is meaningless. We reduce politics and elections to business. So that is the manner in which they are destroying our democracy in people's mind. The second spear of the Trishulam is that in case money power is not working, then foist false cases through the CBI, persecute individual politicians to the extent that even though there may be cases that are being investigated, that are being heard by the courts, but to make sure that such politicians who do not fall in line with them, they are kept in jail without being, denying a bail, like we are seeing with Mr. Lalu Prasad Yadav. Let the cases happen. If he is corrupt, then you punish him. But denying bail on that count was clearly a political message saying we won't allow you to campaign until you accept. സീതാറാം യെച്ചൂരി മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗം നമുക്ക് തിരികെ വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം സീതാറാം യെച്ചൂരിയുടെ വാർത്താ സമ്മേളനത്തിലേക്ക്. Other alternative. If Kerala's people's welfare has to be kept in mind and Kerala's autonomy of the state government as defined by the Indian Constitution is to be maintained, an LDF government is inevitable. And it is in this direction that you find a fresh new attack that has come now 2 days ago. Day before yesterday, the Election Commission announced the keeping in abeyance the declared election to the 3 seats of the Rajya Sabha that fall vacant or fallen vacant. Now within a week of announcement and the announcement of the schedule, declaration of the date of nomination,
the entire procedure. Within a week, they have now announced that those elections are being kept in abeyance. Why? Because there was a reference made to them from the central government. Now, what is that reference? Can any reference from the central government stop an election process which has already been announced and declared? The Constitution of India says once the election process has been declared and it's in the process, even the judiciary cannot intervene. Now, how does the government reference make the election commission put in abeyance these elections? That means the state of Kerala will not have its representation in the Council of States, that's the Rajya Sabha. Because of some vague reference by the government of India that nobody knows of. Then make that reference public. Let people in the country know the gravity of that reference, which caused the need for the postponement of this poll. That is also not being done. The whole of yesterday we sought an appointment with the Election Commission to go and register our objection. They did not give an appointment. So at the end of the day, we've emailed our objection to them and then released that letter. The only Politburo member who is now in Delhi, looking at the center, and his name is Nilal Basu, that letter was issued. And now, after the letter was issued, Election Commission says, please come in. They give an appointment. So it's very clear, the whole thing, Election Commission is also playing as the spokesperson for the central government. Unless it clarifies what is this thing, the suspicion is very, very strong that they are waiting, the central government is waiting for the results of the assembly election, hoping that there will be a change in the composition of the assembly, so that the current, out of the 3 seats, 2 seats going to the LDF, try and reduce the LDF share when the new assembly comes. This is outright manipulation of your constitution and the violation of Indian constitution. So they can go to such an extent in their hostility towards the left, the BJP and the central government. So this is something we have strongly condemned, we have opposed it, it will be challenged also. But let us see how the judicial challenges will be resolved. It's been more than 2 years now, nearly 2 years, for the challenges to abrogation of Article 370, the CAA, they're all pending. And in the meanwhile, fait accompli, they're all being implemented. So this will also be challenged, but this is the latest instance of the central government's hostility towards Kerala, where it can go to the extent of violating the constitution, denying the state of Kerala their representation in the Rajya Sabha, the House, the Council of States, for their political maneuvering. This is highly condemnable, and we'll take up this fight. So that's why, these are, I'm sure you'll have some more questions. If you have your questions, you can please ask them. But this in a nutshell is what I wanted to put before you. I'm sorry, ma'am, you see, because we are all wearing our masks, so the speed has to be slower, otherwise we are not able to. The conflicting stand taken by you at the state leadership of CPM in the Shabarimala issue has been a point of contention here. So are you still sitting on that stand? There is nothing contradictory in the stand taken by us at the center or by the state. The stand is what on Sabarimala. We said that there is a reference for the earlier verdict on Sabarimala by the Supreme Court. That has been sent up for a review, not only for a review, but for a larger agenda. The agenda has been enlarged to examine various other issues connected with the issue of faith and law. Now all these matters are sub judice. Till the court pronounces a verdict, there is nothing that can be said. So there cannot be any contradictory position. That is the position of the CPM party center, that is the position of the Kerala State Committee. So the position is that the
we'll have to wait. There's no option for that verdict to come. And the Kerala Chief Minister has added to what I said. This is what I had said, let the verdict come. Kerala Chief Minister has added, when the verdict comes, how to implement that verdict will be discussed with everybody. And then on that basis we'll proceed. So when that verdict will come, what sort of a verdict will come, that is something we cannot opine now. So there is no basis for any contradiction and neither a controversy. There is neither controversy nor contradiction. Matter is as simple as that. Sabrimala issue is sub judice. Let the court pronounce. Then we will proceed. But sir, the CM said he will interact with all parties concerned. In between, there is some express an apology for the incidents happening. That the CM has himself answered. No, CM has himself said, I don't know why he did that. We'll find out. We'll ask him. No, that is. These are all separate. But the stand of the party on which there is no difference cannot be a difference. I mean, it's not only a difference in the party. Nobody, neither you can differ nor anybody can differ. When the Supreme Court is seized of the matter, you'll have to wait for them to give the verdict. There is no other option or way. So there is neither contradiction nor controversy. But people are confused when some minister... There is a deliberate, you're right, there is a deliberate attempt to confuse the people. But from an instant, sir. That is, they are deliberately trying to confuse the issue because they are bereft of any issues concerning people's welfare. Has the BJP or the Congress really talked about it? Now the Congress says that they are going to what? We have said that we are increasing the pension, old age pension from 600 to 1,600. Or 1,600 to now 2,600. 2,500. 500. Congress, earlier it was 600. Congress for 18 months did not pay that 600. When the LDF government came, it was increased to 1,600. Now in this manifesto they promised 2,500. And now the BJP has promised how much? 6,000. 3,500. BJP has promised 3,500. And the Congress has promised 6,000. 3,000. Pension 3,000. So what they have not paid, whatever, even 1/3 of that which was the pension for 18 months, now they are saying 3 times of it. Cheating the people. No, people don't believe all this. So they also know people are not believing all this. So how do we mislead the people or rally them on emotional grounds? Create controversy on Sabrimala, create controversy on something else, on this, what you call false voters. Tell me, anybody in this country, I mean, I may have been born the year in which the first general election was held, 1952. From 1952 to 2021, there is the same system in the Election Commission of India, that a date is declared for the finalization of the electoral rolls. After that, a date is given for those whose names do not appear to go and join the electoral rolls. After that, a date is given for those who have objections on those who have joined the electoral rolls. And after the objections are dealt with, a date is given when the final electoral rolls are announced by the Election Commission of India. This is a known declared policy. Every year this schedule of dates is announced. Whether you have elections or not, every year the electoral rolls are updated. No, when there were objections, why did they not raise it then? Why are they being raised now? Even if, they are not genuine, that's very clear, otherwise they would have been raised then. But raise it now to divert attention. So these are the games that are being played. The real issues of people's livelihood, unemployment, what is happening in the country, the abrogation of the violation of the destruction of the Indian Constitution, these are not issues of their concern. That's the point. And that is what the people are rejecting their attempts to divert. And voting on the basis of the basic issues that concern the life of our own people and the country. Even this claim of distribution of welfare measures and that welfare kit and all, today morning
I'm sorry? I'm sorry, we're not, we didn't follow. Huh? Mr. Women Chand. Yeah, Women Chandi, I understood. Today morning there was a press club. Okay. So he was saying that the free kit and the free ration, which has been given by during the corona time by the LDF government, it was first introduced by the UDF government. And actually when LDF came into power, they stopped it first. തിരികെ മറ്റു വാർത്തകളിലേക്ക് പോകുന്നു. സംസ്ഥാനത്ത് ആദ്യമായി സ്വന്തം പേരിൽ വോയിസ് എന്ന സ്മാർട്ട് ടെലിഫോൺ സർവീസ് ആരംഭിച്ച് കേരള വിഷൻ. കേരള വിഷൻ വോയിസിന്റെ ഉദ്ഘാടനം കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥും BSNL കേരള സർക്കിൾ CGM വിനോദ് CV ചേർന്ന് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കേരള വിഷന്റെ പരിഷ്കരിച്ച വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര നടനും ദേശീയ അവാർഡ് ജേതാവ് കൂടിയായ ഇന്ദ്രൻസും ചേർന്ന് നിർവഹിച്ചു. ഇന്റർനെറ്റ് സർവീസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഫിക്സഡ് ഫോൺ ആയതിനാൽ മികച്ച സേവനമാകും കേരള വിഷൻ വോയിസ് മുന്നോട്ട് വയ്ക്കുക. ബ്രോഡ്ബാൻഡിനൊപ്പം വോയിസ് സർവീസ് നൽകുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യ MSO ആണ് കേരള വിഷൻ. കേരള വിഷന്റെ ഭാരവാഹികളായ സുരേഷ് കുമാർ, PP അബൂബക്കർ, സിദ്ദിഖ്, K ഗോവിന്ദൻ, വിജയകൃഷ്ണൻ, PS സിബി, ജ്യോതികുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇനി നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. VKC ഡിബോങ്കോ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് VKC ഡിബോങ്കോ അൾട്രാ കംഫർട്ടബിൾ ഡബിൾ ഡെൻസിറ്റി സോളുമായി VKC ഡിബോങ്കോ. രാജ്യസഭയിലെ CPIMന്റെ പ്രാതിനിധ്യം കുറയ്ക്കാനായാണ് കേന്ദ്രം ഇടപെട്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവെപ്പിച്ചതെന്ന് യെച്ചൂരി. കേന്ദ്ര നടപടി ഭരണഘടനാ വിരുദ്ധമെന്നും സീതാറാം യെച്ചൂരി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശം പകർന്ന മുഖ്യമന്ത്രിയുടെ പര്യടനം തിരുവനന്തപുരത്ത്. നെയ്യാറ്റിൻകരയിലും കഴക്കൂട്ടത്തും നേമത്തും പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. KPCCയുടെ 1000 വീട് പദ്ധതിയിൽ മുല്ലപ്പള്ളി പുറത്തുവിട്ട കണക്കുകളിൽ ദുരൂഹത. വീടിനായി ആകെ പിരിഞ്ഞുകിട്ടിയ കണക്ക് എത്രയെന്ന് പറയാതെ KPCC അധ്യക്ഷൻ. മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോത്തിലാൽ വോറ 2,16,00,000 രൂപ നൽകിയെന്ന് കണക്കിൽ. കേരളത്തിൽ നിന്ന് ലഭിച്ച തുക എത്രയെന്ന കണക്കിലും അവ്യക്തത. സർക്കാരിന് പിന്തുണയുമായി കാന്തപുരം വിഭാഗം. തുടർഭരണം നാടിന്റെ വികസനത്തിന് നല്ലത്. ലീഗ് മുസ്ലിം സമുദായത്തെ വിഭജിക്കുകയാണ് ചെയ്തതെന്നും SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഹമീദ് അസരി. ഏപ്രിൽ 1 മുതൽ പുതിയ ബോണ്ടുകൾ പുറപ്പെടുവിക്കാം. തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. പശ്ചിമ ബംഗാൾ അസം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. ആദ്യഘട്ടത്തിൽ വിധിയെഴുതുക ബംഗാളിലെ 30 മണ്ഡലങ്ങളും അസമിലെ 47 മണ്ഡലങ്ങളും. വോട്ടെടുപ്പ് കനത്ത സുരക്ഷയിൽ. രാജ്യത്ത് അതിതീവ്ര കോവിഡ് വ്യാപനം. 24 മണിക്കൂറിനിടെ 59,118 പുതിയ കേസുകൾ. 257 മരണങ്ങൾ സ്ഥിരീകരിച്ചു. മഹാരാഷ്ട്രയിലെ 2 ജില്ലകളിൽ ലോക്ക്ഡൌൺ. നോക്കാം വിശദമായ വാർത്തകൾ. കോവിഡിനൊപ്പം കേന്ദ്ര സർക്കാരും ജനങ്ങൾക്ക് മേൽ ദുരിതങ്ങൾ അടിച്ചേൽപ്പിച്ചെന്ന് പ്രകാശ് കാരാട്ട്. ഈ 2 ഭീഷണികളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിച്ചു നിർത്തിയ സർക്കാരാണ് കേരളത്തിലെ ഇടത് സർക്കാർ. ഇടത് തുടർഭരണം ഉറപ്പാണെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. We have, for the past 1 year, had the COVID pandemic which has affected lakhs and lakhs of people. Many have lost their lives. Along with that, we have faced also equally serious dangers. In the same 1 year, we saw how the BJP government at the center, the Modi government, has launched new attacks on the people. This government, controlled by the RSS, is working overtime to subvert the constitution and the secular democratic values embodied in this constitution. So it is at such a time that here in Kerala, the assembly elections are being held. And we must keep this in mind when you elect a new government. Because there must be a government in Kerala which will be able to face
these attacks coming from the central government, because all these new laws and new policies of the central government will have a very adverse impact on Kerala. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി ഇന്ന് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രി പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. വിവരങ്ങൾ നൽകാനായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഗോകുൽ, മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ആദ്യത്തെ പൊതുയോഗം എവിടെയാണ്? മറ്റ് സമഗ്രമായ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ മുഖ്യമന്ത്രിയുടെ ഷെഡ്യൂൾ എങ്ങനെയാണ്? മനു, ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ 3 പരിപാടികളാണ്, തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളാണ് മുഖ്യമന്ത്രിക്കുള്ളത്. വൈകിട്ട് 3 മണിക്കാണ് തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ പൊതുയോഗം. 3 മണിക്ക് മുനിസിപ്പൽ സ്റ്റേഡിയം, നെയ്യാറ്റിൻകരയിലുള്ള മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് മുഖ്യമന്ത്രി പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യും. 4:30 കുമ്മരിച്ചന്തയിൽ വച്ച് പൊതുയോഗം നടക്കുന്നുണ്ട്. നേമം മണ്ഡലത്തിലാണ് ഈ കുമ്മരിച്ചന്ത ഉൾപ്പെടുന്നത്. അവിടുത്തെ പ്രചാരണ പരിപാടികളുമായി മുഖ്യമന്ത്രി പൊതുയോഗം സംഘടിപ്പിക്കുന്നുണ്ട്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലും 6 മണിക്ക് മുഖ്യമന്ത്രിക്ക് പൊതുസമ്മേളനം നടക്കുന്നുണ്ട്. അത് കഴക്കൂട്ടം മണ്ഡലം ഉൾപ്പെടുന്ന ഭാഗമാണ് ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എല്ലാം. അവിടുത്തെ പ്രചാരണ പ്രവർത്തനങ്ങളിലും മുഖ്യമന്ത്രി എത്തുന്നുണ്ട്. ഈ തരത്തിലെല്ലാം തന്നെ വലിയ ആവേശം വിതച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി നടക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഇന്നലെ കൊല്ലം ജില്ലയിലായിരുന്നു. അവിടെയും വലിയ രീതിയിലുള്ള ആവേശമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് തൊട്ട് മുൻപത്തെ ദിവസമായ പത്തനംതിട്ടയിലും വലിയ ആവേശത്തോടു കൂടി തന്നെയുള്ള ഒരു പൊതുയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. മുഖ്യമന്ത്രി എന്താണ് പറയുന്നതെന്ന് ആകാംക്ഷയോടെ തിരുവനന്തപുരത്തുള്ളവരെല്ലാം തന്നെ കാത്തു നിൽക്കുകയാണ്. എന്താണ് പറയുന്നത് എന്നെല്ലാം തന്നെ അറിയുന്നതിന് വേണ്ടി മാർച്ച് 17-ാം തീയതിയാണ് ഈ പൊതുയോഗങ്ങൾ, മുഖ്യമന്ത്രിയുടെ പര്യടനം ആരംഭിച്ചത്. അന്ന് തൊട്ട് ഇന്ന് വരെ വലിയ ആവേശത്തിലാണ് ഇടതുമുന്നണി പ്രവർത്തകരെല്ലാം തന്നെ ഈ ഒരു പൊതുയോഗങ്ങളെ കാണുന്നത്. മനു, ശരി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം ഇന്ന് 3 സ്ഥലങ്ങളിലാണ് മുഖ്യമന്ത്രി ഇന്ന് പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുടെ പൊതുയോഗ വേദികളിലേക്ക് അദ്ദേഹത്തെ കാണാനും കേൾക്കാനുമായി ഒഴുകിയെത്തിയത്. തിരുവനന്തപുരത്തും വലിയ ഒരു ജനപിന്തുണ തന്നെയാണ് കാത്തു നിൽക്കുന്നത്. ഏതായാലും മറ്റു വാർത്തകളിലേക്ക് ഈ സമയത്ത് നമുക്ക് പോകാം. പുതിയ ഇലക്ട്രൽ ബോണ്ടുകൾ ഇറക്കാൻ തടസ്സമില്ലെന്ന് സുപ്രീം കോടതിയുടെ നിലപാട് വന്നിരിക്കുന്നു. ഇലക്ട്രൽ ബോണ്ടുകൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി കോടതി തള്ളിയിരിക്കുകയാണ്. ഏപ്രിൽ 1 മുതൽ പുതിയ ബോണ്ടുകൾ പുറപ്പെടുവിക്കാം. ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി നിരസിച്ചത്. ഏപ്രിൽ 1 മുതൽ 10 വരെ ഇലക്ട്രൽ ബോണ്ടുകൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയത് സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. അതേസമയം തന്നെ മറ്റു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് കെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതായത് സുരേന്ദ്രന്റെ ഇലക്ഷൻ സത്യവാങ്മൂലത്തിൽ സമർപ്പിച്ച ബിരുദം അത് വ്യാജമാണ് എന്നൊരു സർട്ടിഫിക്കറ്റും വാർത്തയും ഞങ്ങൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സുരേന്ദ്രനോട് മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞിരുന്നു. പക്ഷേ ഒരക്ഷരം പോലും മിണ്ടാതെ അദ്ദേഹം ഒഴിഞ്ഞുമാറുകയായിരുന്നു. ഇന്ന് ഈ വിവാദം സംബന്ധിച്ച ചോദ്യങ്ങളിൽ ക്ഷോഭിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ ചെയ്തത്. പത്തനംതിട്ടയിൽ ഞങ്ങളുടെ പ്രതിനിധി ശ്യാമാണ് ഇക്കാര്യങ്ങൾ കെ സുരേന്ദ്രനോട് ചോദിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാം. തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം, കോന്നി തുടങ്ങിയ 2 മണ്ഡലങ്ങളിലായാണ് BJP സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്നത്. 2 നിയമസഭാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരങ്ങളാണെന്ന് കൈരളി ന്യൂസ് നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെ ഇത് സംബന്ധിച്ച പ്രതികരണത്തിനായി പലതവണ കെ സുരേന്ദ്രനോട് കൈരളി ന്യൂസ് സംഘം ചോദ്യങ്ങൾ ആവർത്തിച്ചു. പത്തനംതിട്ടയിലെ കോന്നി മണ്ഡലത്തിലെത്തിയ BJP സംസ്ഥാന അധ്യക്ഷനോട് വ്യാജബിരുദ വിഷയത്തിൽ വീണ്ടും ചോദ്യം ആവർത്തിക്കുകയും ചെയ്തു. സുരേന്ദ്രന്റെ മറുപടിയാകട്ടെ ഇങ്ങനെ: ഇതിനിടെ കൈരളി ന്യൂസ് സംഘത്തോടെ കെ സുരേന്ദ്രൻ ശോഭിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലം നൽകിയിരിക്കുന്ന ബിരുദ വിഷയത്തിൽ ഒരു അപാകത ഉണ്ട് എന്നുള്ള കാര്യത്തിലുണ്ടല്ലോ, അതിലെങ്ങനെയാണ് രേഖകൾ സംബന്ധിച്ച കാര്യങ്ങൾ? രേഖകൾ കൊണ്ടല്ലേ നിങ്ങൾ നടക്കുന്നത്? അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങളുമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് വേറൊന്നും പറയാനില്ലേ? ഇതിൽ അപാകതകൾ ഉണ്ടെന്ന് തന്നെ രേഖകൾ തന്നെ സംബന്ധിക്കുന്ന തെളിവുകളുണ്ട്. തെളിവുകളുണ്ടെങ്കിൽ സ്ക്രൂട്ടിനിയിൽ ഹാജരാക്കണ്ടേ? മറ്റൊന്നും പറയാനില്ല. എന്തു പറയാൻ? ബിരുദ വിഷയം സംബന്ധിച്ച ചോദ്യത്തിന് 4-ാം ദിനവും സുരേന്ദ്രന്റെ മറുപടി ഇത്തരത്തിലാണെന്നിരിക്കെ സംസ്ഥാന നേതൃത്വവും പ്രതിരോധത്തിലായി കഴിഞ്ഞു. പല മുതിർന്ന നേതാക്കൾക്കും സുരേന്ദ്രൻ നൽകിയ സത്യവാങ്മൂലത്തിൽ എതിർപ്പുകളുണ്ടെങ്കിലും നിലവിൽ പരസ്യ പ്രതികരണത്തിന് മുതിരില്ലെന്നാണ് പലരുടെയും നിലപാട്. സുരേന്ദ്രന്റെ വ്യാജബിരുദത്തിനെതിരെ കാലിക്കറ്റ് സർവകലാശാലയിലെ പരീക്ഷാ ഭവൻ രേഖകളടക്കം കൈരളി ന്യൂസാണ് വാർത്ത പുറത്തുവിട്ടത്. കോഴിക്കോട് ബ്യൂറോയ്ക്കൊപ്പം KB ശ്യാമപ്രസാദ്, കൈരളി ന്യൂസ്, പത്തനംതിട്ട. ഗുരുവായൂരിൽ സ്ഥാനാർത്ഥിയെ പത്രിക തള്ളിയ സാഹചര്യത്തിൽ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ദിലീപ് നായരെ NDA പിന്തുണയ്ക്കുമെന്നാണ് കെ സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. BJP കോൺഗ്രസ് ധാരണ എന്ന ആക്ഷേപം അടിത്തട്ടിലെ പ്രവർത്തകർക്കിടയിൽ ശക്തമായിരിക്കുകയാണ് BJPയുടെ പുതിയ നീക്കം. DSJP സ്ഥാനാർത്ഥിയായാണ് ദിലീപ് നായർ ഗുരുവായൂരിൽ മത്സരിക്കുന്നത്. നേരത്തെ NDAയിൽ ഘടകകക്ഷിയാക്കണമെന്നാവശ്യപ്പെട്ട പാർട്ടി കൂടിയാണ് ഇവരുടേത്.
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ടാണ്. ഇരട്ട വോട്ട് റദ്ദാക്കണമെന്ന രമേശ് ചെന്നിത്തലയുടെ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിലപാട് തേടിയിരിക്കുകയാണ് ഹൈക്കോടതി. തിങ്കളാഴ്ച നിലപാട് അറിയിക്കണമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അന്ന് ഹർജി വീണ്ടും പരിഗണിക്കാനാണ് തീരുമാനം. കള്ളവോട്ട് വിവാദത്തിൽ കയ്പമംഗലത്തെ UDF സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് രമേശ് ചെന്നിത്തല. ശോഭാ സുബിന്റെ പേര് ഒന്നിലധികം തവണ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം നേടിയത് ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധ കൊണ്ടാണെന്നും ചെന്നിത്തല തൃശൂരിൽ പറഞ്ഞു. വിഷയത്തിൽ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് മലക്കം പറഞ്ഞത്. ഇരട്ട വോട്ട് മരവിപ്പിക്കണമെന്ന ചെന്നിത്തലയുടെ ഹർജി ഹൈക്കോടതി അതേസമയം തന്നെ ഇലക്ഷൻ കമ്മീഷനോട് നിലപാട് അറിയിക്കാൻ മാറ്റിയിരുന്നു. കേരളമൊട്ടുക്കും ഇരട്ട വോട്ടും വ്യാജ വോട്ടും ഉണ്ടെന്ന ആരോപണം ഉന്നയിച്ച് പത്രസമ്മേളനം നടത്തിയ പ്രതിപക്ഷ നേതാവാണ് കയ്പമംഗലത്തെ UDF സ്ഥാനാർത്ഥിയുടെ കാര്യം വന്നപ്പോൾ മലക്കം പറഞ്ഞത്. വ്യാജ വോട്ട് ചേർത്തവരെല്ലാം CPIM പ്രവർത്തകരും അനുകൂല നിലപാടുള്ള ഉദ്യോഗസ്ഥരും ചേർന്നാണെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. എന്നാൽ കയ്പമംഗലത്തെ UDF സ്ഥാനാർത്ഥിയായ ശോഭാ സുബിന്റെ കാര്യം വന്നപ്പോൾ സ്ഥാനാർത്ഥി അറിയാതെയാണ് അദ്ദേഹത്തിന്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒന്നിലധികം തവണ ഉൾപ്പെട്ടത് എന്നായി രമേശ് ചെന്നിത്തലയുടെ വാദം. യഥാർത്ഥ വോട്ടർ അറിയുന്നില്ല. ആ യഥാർത്ഥ വോട്ടർ അറിയാതെ അയാളുടെ പേരിൽ ഇങ്ങനെ കാർഡുണ്ടാവുകയാണ്, വോട്ടർ പേര് വരികയാണ്. തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ, തൊട്ടടുത്ത ബൂത്തുകളിൽ ശോഭാ സുബിൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയത്. 2 നിയമസഭാ മണ്ഡലങ്ങളിലായി 2 ബൂത്തുകളിൽ 3 വോട്ടാണ് ശോഭാ സുബിന് ഉണ്ടായിരുന്നത്. വലപ്പാട് നിന്നും താമസം മാറ്റിയപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്നും പേര് മാറ്റാൻ അപേക്ഷ സുബിൻ നൽകിയെന്നാണ് കോൺഗ്രസിന്റെ വാദം. എന്നാൽ അവിടെയും ഒന്നിലധികം വോട്ട് സുബിനുണ്ടായിരുന്നു. 2 തിരിച്ചറിയൽ കാർഡും കൈവശം വെച്ച സ്ഥാനാർത്ഥി പഴയ കാർഡ് തിരിച്ചേൽപ്പിക്കാത്തതും സംശയാസ്പദമാണ്. കൈരളി ന്യൂസ്, തൃശൂർ. ഇടതുപക്ഷ സർക്കാരിന് പിന്തുണയുമായി കാന്തപുരം വിഭാഗം. തുടർഭരണം നാടിന്റെ നന്മയ്ക്ക് നല്ലതെന്നാണ്, വികസനത്തിന് നല്ലതെന്നാണ് കാന്തപുരം വിഭാഗത്തിന്റെ പ്രതികരണം ഇന്ന് കാണാൻ കഴിഞ്ഞത്. മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തെ വിഭജിക്കുകയാണ് ചെയ്തതെന്നും SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഹമീദ് അസരി ഇന്ന് പറയുകയുണ്ടായി. ലീഗിനെ ശക്തമായി വിമർശിച്ചുമാണ് സമസ്ത കാന്തപുരം വിഭാഗം രംഗത്തെത്തിയത്. സർക്കാരുമായി ഊഷ്മളമായ ബന്ധമാണ് സംഘടനക്കുള്ളത്. തുടർഭരണം വേണമെന്നാണ് നിലപാടെന്നും SYS സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കാന്തപുരത്തിൻ്റെ മകനുമായ AP അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞു. കേരളത്തിൽ ഗവൺമെൻറ്റുകൾ ഓരോ ടേമിലും മാറി വരണം എന്നൊരു നിർബന്ധമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഭരണ തുടർച്ചയുണ്ടാകുന്നത് നാടിൻ്റെ പൊതുവികസനത്തിന് ഗുണപരമായിട്ട് തന്നെയാണ് വരിക എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ പലപ്പോഴും ഒരു ഗവൺമെൻറ് പദ്ധതി ആവിഷ്കരിച്ച് വരുമ്പോഴേക്ക് അവരുടെ പകുതി കാലവും കഴിയും. അപ്പോൾ പിന്നെ ഗവൺമെൻറ്റുകൾ മാറിയാൽ ആ പദ്ധതികൾ നടപ്പിലാകില്ല. അടുത്ത ഗവൺമെൻറ് വന്നാലും അതേ രീതി തന്നെ വീണ്ടും സംഭവിക്കും. ഒരു തുടർഭരണം 1-2 തവണ ഉണ്ടാകുന്നത് ഗുണപരമായിരിക്കുമെന്ന് പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലീഗിനെതിരെ രൂക്ഷ വിമർശനവും അബ്ദുൽ ഹക്കീം അസ്ഹരി ഉന്നയിച്ചു. മുസ്ലിം ലീഗ് മൊത്തം മുസ്ലിങ്ങളുടെ സംഘടനയല്ല. സമുദായവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ലീഗിന് നൽകരുത്. സുന്നികളിൽ പിളർപ്പുണ്ടാക്കിയത് മുസ്ലിം ലീഗാണെന്നും അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞു. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മൊത്തം മുസ്ലിങ്ങളുടെ സംഘടനയാണെന്നുള്ള വലിയൊരു തെറ്റിദ്ധാരണ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഉണ്ട്. അപ്പം മുസ്ലിം ലീഗിന് കൊടുത്താൽ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി എന്നുള്ള ധാരണ. ഇപ്പോൾ ഞങ്ങൾ പല മുഖ്യ പാർട്ടികളോടും പറഞ്ഞിട്ടുള്ളത്, മുസ്ലിം സമുദായത്തിൻ്റെ സ്വന്തമായിട്ടുള്ള വകുപ്പുകൾ മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുന്നത് തന്നെ ദോഷമാണത്. കാരണം അവർ പാർഷ്യലാണ്. സുന്നികളെ 2ആയി വിഭജിക്കുന്നതിലും മുസ്ലിങ്ങളെ പല ഗ്രൂപ്പുകളാക്കി മാറ്റി നിർത്തുന്നതിലും മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ മുസ്ലിം ലീഗ് മുജാഹിദ് വിഭാഗങ്ങൾക്ക് അളവിലും കൂടിയ പരിഗണന നൽകിയിട്ടുണ്ട്. ഇത് മറച്ചുവെക്കാനാണ് പരിഗണിച്ചില്ലെന്ന മുജാഹിദ് പരാതിയെന്നും ഹക്കീം അസ്കരി പറഞ്ഞു. ഇതാദ്യമായാണ് കാന്തപുരം വിഭാഗം ഏതെങ്കിലും ഒരു മുന്നണിക്ക് പരസ്യ പിന്തുണ നൽകുന്നത്. വാർത്തകളിലേക്ക്. കാട്ടാക്കടയിലെ UDF സ്ഥാനാർത്ഥി മലയൻകീഴ് വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ബഹിഷ്കരിച്ച ഒരു വിഭാഗം നേതാക്കൾ. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ DCC ജനറൽ സെക്രട്ടറിയെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് നേതാക്കളുടെ ബഹിഷ്കരണം. പാർട്ടി നേതാവിനെ മർദ്ദിച്ച സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ M മണികണ്ഠനെതിരെ പോലീസ് കേസെടുത്തു. മുൻ സ്പീക്കർ N ശക്തനെ തഴഞ്ഞ് ഐ ഗ്രൂപ്പ് നേതാവായ മലയൻകീഴ് വേണുഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കിയത് മുതൽ തുടങ്ങിയ പ്രശ്നങ്ങൾ വലിയ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണ് കാട്ടാക്കടയിലെ കോൺഗ്രസിനുള്ളിൽ.
പള്ളിച്ചലിൽ നടന്ന മലയൻകീഴ് വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രധാന നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സഞ്ജയ് കുമാറിനെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ മണികണ്ഠൻ മർദ്ദിച്ചതോടെ നേതാക്കൾ തമ്മിലുള്ള തർക്കം പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് കടന്നു. മണികണ്ഠൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടതാണ് സംഘർഷത്തിന് കാരണം. ഇത് ചോദ്യം ചെയ്ത നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ അഡ്വക്കേറ്റ് സഞ്ജയ് കുമാറിന്റെ പരാതിയിൽ മണികണ്ഠനെതിരെ പോലീസ് കേസെടുത്തു. സംഭവം രൂക്ഷമായതോടെ മലയൻകീഴ് വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ബഹിഷ്കരിച്ചിരിക്കുകയാണ് ഒരു വിഭാഗം നേതാക്കൾ. മണികണ്ഠനെതിരെ നടപടി ആവശ്യപ്പെട്ട് നേതാക്കൾ KPCCക്കും AICCക്കും പരാതിയും നൽകി. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് RV രാജേഷ്, KPCC അംഗം BN ശ്യാംകുമാർ, DCC ജനറൽ സെക്രട്ടറിമാരായ വണ്ടന്നൂർ സന്തോഷ്, M മഹേന്ദ്രൻ എന്നിവരടക്കം വിവിധ മണ്ഡലം ഭാരവാഹികളും പര്യടനത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുകയാണ്. കൂടാതെ ശക്തനെ തഴഞ്ഞതിൽ മണ്ഡലത്തിൽ പ്രധാന വിഭാഗമായ നാടാർ സമുദായവും വലിയ അതൃപ്തിയിലാണ്. ശക്തനെ പിന്തുണയ്ക്കുന്ന ഈ വിഭാഗത്തിലെ നേതാക്കൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ രഹസ്യമായി ക്യാമ്പയിനും ശക്തമാക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിന് അടുത്തതോടെ പ്രചരണത്തിന് വീറും വാശിയും ചൂടും ചൂരുമൊക്കെ ഏറുകയാണ്. പ്രധാനമായും സ്ഥാനാർത്ഥികൾ ഇപ്പോൾ വീടുകൾ കയറിയൊക്കെയുള്ള പ്രചരണങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നമുക്ക് തവനൂരിലേക്ക് പോകാം. അവിടെ KT ജലീൽ, അദ്ദേഹം ഇപ്പോൾ വീടുകൾ കയറിയുള്ള പ്രചരണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തിരക്കിട്ട പ്രചരണത്തിനിടയിൽ കുറച്ചു സമയം കൈരളി ന്യൂസിനോടൊപ്പം ഡോക്ടർ KT ജലീൽ പങ്കുവച്ചു. അദ്ദേഹത്തിലേക്ക്. തവനൂർ നിയോജക മണ്ഡലത്തിലാണുള്ളത്. മികച്ച രീതിയിലുള്ള ഒരു സ്വീകരണമാണ് മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായ ഡോക്ടർ KT ജലീലിനെ ലഭിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളെക്കാളും മികച്ച രീതിയിലാണ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ജനങ്ങളിലുള്ള ആവേശം വളരെ കൂടുതൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മികച്ച വിജയം നൽകുന്ന ഒരു നിയോജക മണ്ഡലമായി തവനൂർ മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആളുകൾക്കിടയിൽ നിന്നുള്ള ഒരു പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാൻ കഴിഞ്ഞ 10 വർഷക്കാലമായി നാട്ടിലെ ജനങ്ങൾക്കിടയിലുണ്ട്. MLAയോ മന്ത്രിയോ ആയിട്ടല്ല, അവരുടെ ഒരു സഹോദരനോ സുഹൃത്തോ മകനോ ഒക്കെ ആയിട്ട്. ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എല്ലാം നമ്മളുടെ ഈ ഒരു കാലയളവിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏത് പ്രദേശത്ത് ചെല്ലുമ്പോഴും അവിടെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഒരു പദ്ധതിയുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് ഞാൻ കാണുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മണ്ഡലമാണിത്. മലപ്പുറം ജില്ല മൊത്തത്തിൽ നിരീക്ഷിക്കുമ്പോൾ താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാളും ഇരട്ടി സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മികച്ച പ്രകടനമാണ് എല്ലാ സ്ഥാനാർത്ഥികളും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സഖാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ വീണ്ടും ഇരിക്കണം, തുടരണം എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. മലപ്പുറം ജില്ലയും അതിൽ നിന്ന് ഭിന്നമല്ല. ഒരുപാട് ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഈ ഒരു മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. തീർച്ചയായും അതിനുള്ളൊരു വോട്ടായി തന്നെ ഇത്തവണ വലിയ അംഗീകാരം ക്ഷേമപ്രവർത്തനങ്ങൾക്ക് കിട്ടും. കാരണം സാധാരണക്കാരൻ്റെ കൈകളിലേക്ക് ആനുകൂല്യങ്ങൾ വന്നു തുടങ്ങിയത് ഈ ഒരു കാലയളവിലാണ്. അത് ജനങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ വാഗ്ദാനങ്ങൾ വലിയതൊക്കെ ചെയ്യും, എന്നാൽ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ അവരാരും ഒന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് മുൻ അനുഭവം. അത് ജനങ്ങൾക്കറിയാം. സഖാവ് പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒരു കാര്യം പറഞ്ഞാൽ അത് നടപ്പിലാക്കും എന്നുള്ള വിശ്വാസം ജനങ്ങൾക്കുണ്ട്. നമ്മൾ കാണുന്നത് പോലെ തന്നെ വളരെ ആവേശകരമായൊരു സ്വീകരണമാണ് മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് തവനൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ഡോക്ടർ KT ജലീലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രായഭേദമന്യേ കുട്ടികളും അതുപോലെ തന്നെ ആളുകളടക്കം ഒഴുകിയെത്തുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു സ്വീകരണ കേന്ദ്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്യാമറമാൻ ഇക്ബാലിനോടൊപ്പം മുബഷിർ പി അക്ബർ. ഇനി നമുക്ക് പേരാമ്പ്ര മണ്ഡലത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വലിയ സ്വീകാര്യതയാണ് TP രാമകൃഷ്ണന് ലഭിക്കുന്നത്. അദ്ദേഹത്തെ സ്വീകരിക്കാനായി ഓരോ സ്ഥലങ്ങളിലും ജനങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ചകൾ കാണാൻ വേണ്ടി കഴിയുന്നു. വലിയ ജനപിന്തുണ ലഭിക്കുന്നു. TP രാമകൃഷ്ണന്റെ പര്യടന കാഴ്ചകളിലേക്ക്. പേരാമ്പ്രയ്ക്ക് ഇത് മന്ത്രി TP രാമകൃഷ്ണനല്ല, പേരാമ്പ്രയുടെ സ്വന്തം TP. കൂത്താളി ഗ്രാമപഞ്ചായത്തിലെ മൂരികുത്തിയിൽ നിന്നും കുട്ടികളും സ്ത്രീകളുമടക്കം വലിയൊരു ജനക്കൂട്ടം TPയെ സ്വീകരിക്കാൻ മൂരികുത്തിയിൽ എത്തിയിരുന്നു. കണിക്കൊന്ന പൂക്കൾ നൽകിയാണ് ജനങ്ങൾ സ്ഥാനാർത്ഥിയെ വരവേറ്റത്. ഈരാഞ്ഞിമലിലെ സ്വീകരണ കേന്ദ്രത്തിലെത്തിയ സ്ഥാനാർത്ഥിയെ ജനങ്ങൾ വാദ്യമേളങ്ങളുടെയും വെടിക്കെട്ടിന്റെയും അകമ്പടിയോടെ സ്വീകരിച്ചു. തുടർന്ന് 2-6 സ്വീകരണം ഏറ്റുവാങ്ങി. എരന്തോട്ടത്തിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ LDFിലേക്ക് കടന്നുവന്ന സജീവ കോൺഗ്രസ് പ്രവർത്തകനായ ET പത്മനാഭനെ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പതാക നൽകി സ്വീകരിച്ചു. വാർദ്ധക്യത്തിന്റെ അവശതയിലും
പേരാമ്പ്ര എസ്റ്റേറ്റിലെ ആദ്യകാല സഹപ്രവർത്തകനെ കാണാനെത്തിയ കുഞ്ഞിരാമൻ നായർ ഹൃദ്യമായ അനുഭവമായി. LDFന് ശക്തമായ സ്വാധീനമുള്ള മേഖലയാണ് ചെറുവണ്ണൂർ. മഞ്ചേരി കുഴിച്ചാലിൽ അംഗനവാടിക്ക് സമീപം സംഘടിപ്പിച്ച സ്വീകരണത്തിലും TP രാമകൃഷ്ണൻ പങ്കെടുത്തു. 86 വയസ്സുള്ള ചീരുവമ്മയും പാത്തുമ്മയും മുതൽ 8 വയസ്സുള്ള ഹാൻസിക മോൾ വരെയുള്ള വൻ ജനാവലിയാണ് ഇവിടെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ എത്തിച്ചേർന്നത്. പൂളക്കൂലിലെ സ്വീകരണ യോഗത്തിലേക്ക് എത്തിയ സ്ഥാനാർത്ഥിയെ കൈനിറയെ പൂക്കളുമായി മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് സ്വീകരിച്ചത് 2 വയസ്സുകാരി തിവാരയാണ്. പൂളക്കൂലിന് ശേഷം പന്നിമുക്കിലും പൂവൻകുന്നിലും സംഘടിപ്പിച്ച സ്വീകരണങ്ങളും TP രാമകൃഷ്ണൻ പങ്കെടുത്തു. കക്രമുക്കിൽ സംഘടിപ്പിച്ച സ്വീകരണത്തിൽ ശില്പി കുറുവമ്പത്ത് കുമാരൻ സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച ശില്പം സമ്മാനിച്ച് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. പേരാമ്പ്രയിലെങ്ങും ഇടതുപക്ഷ സ്ഥാനാർത്ഥി TP രാമകൃഷ്ണനെ വരവേൽക്കാൻ വൻ ജനാവലിയാണ് എത്തിച്ചേരുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്. തുടർഭരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ AK ആന്റണിയുടെ നിലപാടുകൾക്ക് മറുപടിയുമായി സീതാറാം യെച്ചൂരി. ഭരണ തുടർച്ച വേണോ എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിന് തുടർച്ച വേണമെന്നാണ് ജനങ്ങളുടെ ആഗ്രഹം. ആന്റണിക്ക് പല നിലപാടുകളുണ്ടാകാം, എന്നാൽ ജനങ്ങളുടെ മനസ്സ് അതാകണമെന്ന് നിർബന്ധമില്ലെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. People so far have decided that it is the best for the people, for the state, to have the continuation of the LDF government. That is very clearly visible. All the campaigns that I have been party to in the last 3 days. So LDF government is coming back, and that is the desire of the people. Mr. Anthony is the senior leader. He may have his opinion and assessment, but the people's assessment is entirely opposite of Mr. Anthony's assessment. That is that people will decide. You had elections after that also, the local body elections. What happened? ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക്. മ്യാൻമറിൽ പട്ടാള അട്ടിമറി നടന്നിട്ട് 50-ലേറെ ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇന്നലെ മ്യാൻമർ സൈന്യം വെടിവെച്ച് കൊന്നവരിൽ ഒരാൾ 7 വയസ്സുകാരിയായ ഖിൻമയോചിറ്റാണ്. 1.5 മാസത്തോളമായി തുടരുന്ന പ്രക്ഷോഭത്തിൽ ഏകദേശം 261 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. മ്യാൻമർ ആയുധങ്ങളാൽ നിറഞ്ഞു കവിഞ്ഞൊരു രാജ്യമാണ്. വംശീയമായും മതപരമായും വളരെ ആഴത്തിലുള്ള വേർതിരിവുകൾ നിലനിൽക്കുന്ന രാജ്യം. മില്യൺ കണക്കിന് ആളുകൾക്ക് സ്വന്തമായി ഭക്ഷണത്തിനുള്ള വക കണ്ടെത്താൻ പോലും കഴിയാത്ത രാജ്യം. മ്യാൻമറിലെ എഴുത്തുകാരനും ചരിത്രകാരനുമായ താൻ മിൻറ്റ്യു പട്ടാള അട്ടിമറിയിൽ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. മ്യാൻമറിൽ ജനാധിപത്യം ജീവശ്വാസത്തിനായി പിടയാൻ തുടങ്ങിയിട്ട് 50-ലേറെ ദിനരാത്രങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അച്ഛന്റെ മടിയിലെ കോടിയെടുത്ത പിഞ്ചുകുഞ്ഞിനെ വെടിവെച്ചിടാൻ കഴിയുന്നത്ര മനുഷ്യവിരുദ്ധതയിലേക്ക് മ്യാൻമർ സൈന്യം എത്തിയിരിക്കുന്നു. മണ്ടാലെ നഗരത്തിൽ സൈന്യം നടത്തിയ തെരച്ചിലിൽ കൊല്ലപ്പെട്ട ഖിൻമയോചിറ്റിന് 7 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 14 വയസ്സുകാരൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഖിന്നും വെടിയേറ്റ് വീണത്. ജനാധിപത്യ മാനദണ്ഡങ്ങളെയും നിയമവാഴ്ചയെയും നിഷ്കരുണം കൊന്നു കൊലവിളിച്ചാണ് പട്ടാളം മ്യാൻമറിൽ അധികാരം പിടിച്ചെടുത്തത്. സ്റ്റേറ്റ് കൗൺസിലർ ആങ് സാങ് സൂചിയെയും പ്രസിഡന്റ് വിൻ മിന്റിനെയും തടവിലാക്കിയതടക്കമുള്ള നടപടികളിലൂടെ പട്ടാളം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് മ്യാൻമറിൽ സർവാധികാരങ്ങളുടെയും മൂർത്തികൾ തങ്ങൾ മാത്രമാണെന്നാണ്. സൈനിക മേധാവി മിൻയോങ് ലെയിങ് ആയിരുന്നു അട്ടിമറിയുടെ ബുദ്ധികേന്ദ്രം. ജനാധിപത്യത്തിനായി മ്യാൻമറിൽ ഇന്ന് കത്തിപ്പടരുന്ന പ്രക്ഷോഭത്തിന് കനപ്പെട്ട ഐക്യദാർഢ്യമേകാൻ ലോകത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. 2011 അവസാനിച്ച പട്ടാള ഭരണത്തിന് ശേഷം ജനാധിപത്യത്തിലേക്ക് മ്യാൻമർ വഴിമാറിയെങ്കിലും ആ വഴിയെ നടക്കാൻ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഉൾപ്പെടുന്ന വംശീയ മതന്യൂനപക്ഷങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. സൈന്യത്തെ കൂട്ടുപിടിച്ചാണ് അന്ന് ജനാധിപത്യ ഭരണകൂടം തന്നെ കുടിയേറ്റക്കാരെന്ന പേരിൽ ഈ മനുഷ്യരെ കൊന്നു തള്ളിയതും. അന്ന് ചോരക്കറ പുരണ്ട മാലാക കുപ്പായമായിരുന്നു സ്യൂചിക്ക്. ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിലും ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പങ്കാളിത്തമുണ്ടായിരുന്നില്ല. മ്യാൻമറിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗങ്ങൾ ചുമതലയേൽക്കാനിരിക്കെയായിരുന്നു പട്ടാള അട്ടിമറി നടന്നത്. മ്യാൻമർ സൈന്യം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 161 പ്രക്ഷോഭകാരികൾ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. എന്നാൽ 300ഓളം പേർ കൊല്ലപ്പെട്ടുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം പുറത്തുവിട്ട കണക്കുകളിൽ വ്യക്തമാക്കുന്നു. ഇതിൽ 20ഓളം കുട്ടികളാണ്. മ്യാൻമർ സൈന്യത്തിനെതിരെ നിലപാടെടുക്കാതെ നിശബ്ദ പിന്തുണ ചില രാജ്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് പട്ടാള ഭരണകൂടത്തിന് കരുത്താകുന്നു. പക്ഷേ മ്യാൻമർ ജനത ജീവൻ കൊടുത്തും ജനാധിപത്യത്തിനായി പൊരുതുകയാണ്. വിഷ്ണുപ്രസാദ്, കൈരളി ന്യൂസ്. എന്തായാലും നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ തുടങ്ങുകയാണ്. ആദ്യമായി ബൂത്തിലേക്ക് പോകുന്നത് പശ്ചിമ ബംഗാളിലെ 30 മണ്ഡലങ്ങളും ഒപ്പം തന്നെ അസമിലെ 47 മണ്ഡലങ്ങളുമാണ് നാളെ ബൂത്തിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. കനത്ത സുരക്ഷയിലാണ് ഈ പ്രദേശങ്ങളിലൊക്കെ വോട്ടെടുപ്പ് നടക്കുന്നത്. വീറും വാശിയും നിറഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷമാണ് പശ്ചിമ ബംഗാളും ആസാമും നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. 294 അംഗ ബംഗാൾ നിയമസഭയിലേക്ക് 8 ഘട്ടമായാണ് വോട്ടെടുപ്പ്. നാളെ നടക്കുന്ന ആദ്യഘട്ടത്തിൽ 30 മണ്ഡലങ്ങൾ വിധിയെഴുതും. പുരലിയ, ബാങ്കുറ, ജാർഗ്രാം, പൂർവ്വ മെദിനിപ്പൂർ,
പശ്ചിമ മധുരിപ്പൂർ മേഖലകളിലാണ് വോട്ടെടുപ്പ്. ആദ്യഘട്ടത്തിൽ പുരുലിയ മണ്ഡലമാണ് ശ്രദ്ധാകേന്ദ്രമാവുക. കോൺഗ്രസ് സിറ്റിംഗ് സീറ്റായ പുരുലിയയിലെ കോൺഗ്രസ് MLA സുദീപ് മുഖർജി BJPയിലേക്ക് കൂറുമാറി ഇത്തവണ താമര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ബാഗ്മുണ്ടിയിൽ TMC സ്ഥാനാർത്ഥി സുഷമ മെഹ്തോ, BJP സ്ഥാനാർത്ഥി അശുതോഷ് മെഹ്തോ, കോൺഗ്രസ് സ്ഥാനാർത്ഥി ചന്ദ്ര എന്നിവർ ഏറ്റുമുട്ടും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് BJP മത്സരത്തിനിറങ്ങുന്നത്. വോട്ടെടുപ്പ് നടക്കുന്ന 5 ജില്ലകളിലായി 10,788 ബൂത്തുകളാണുള്ളത്. 191 സ്ഥാനാർത്ഥികൾ ആദ്യഘട്ടത്തിൽ ജനവിധി തേടും. കനത്ത സുരക്ഷയിലാണ് വോട്ടെടുപ്പ് നടക്കുക. 3 ഘട്ടമായി നടക്കുന്ന വോട്ടെടുപ്പിനാണ് നാളെ അസമിൽ തുടക്കമാവുക. 47 മണ്ഡലങ്ങൾ ആദ്യഘട്ടത്തിൽ വിധിയെഴുതും. 2016 BJP AGP സഖ്യം വലിയ മുന്നേറ്റം നടത്തിയ മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. 35 സീറ്റുകൾ സഖ്യം നേടിയപ്പോൾ കോൺഗ്രസിന് 9 ഇടത്ത് മാത്രമാണ് വിജയിക്കാനായത്. കൈരളി ന്യൂസ്, ദില്ലി. ഇപ്പോൾ PC ചാക്കോ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അതിലേക്ക്. പ്രവർത്തകർ, കോൺഗ്രസിൽ പല പദവികളും വഹിക്കുന്ന ആളുകളടക്കം നിരവധി ആളുകൾ ഇന്ന് ഒരു യോഗം തന്നെ ചേരുന്നുണ്ട്. ആ യോഗത്തിൽ വരുന്ന ആളുകളൊക്കെ പ്രാദേശികമായി പാർട്ടിയുടെ ഭാരവാഹികളായിട്ടുള്ള ആളുകളാണ് വരുന്ന ആളുകൾ. അവരെല്ലാവരും പദവികൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ പുതിയ രാഷ്ട്രീയ തീരുമാനത്തോട് ഒപ്പം നിൽക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ്, ഔദ്യോഗിക കോൺഗ്രസ് എന്ന് പറയുന്ന KPCC ഇന്ന് പല കാര്യത്തിലും ഉത്തരം മുട്ടി നിൽക്കുകയാണ്. എല്ലാ വിശദാംശങ്ങളും ഞാൻ ഇൻട്രോയിൽ പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഈ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യലായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെയും അതുപോലെ തന്നെ KPCCയുടെയും ഒക്കെ ഏറ്റവും വലിയ ഹോബി. ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത, KPCC പ്രസിഡന്റ് ശ്രീ ഹസൻ പ്രഖ്യാപിച്ചു 1000 വീടുകൾ ഞങ്ങൾ വെച്ചു കൊടുക്കും. ഈ ലൈഫ് മിഷനെതിരായിട്ടാണ് ഏറ്റവും വലിയ അറ്റാക്ക്, ഏറ്റവും വലിയ ആക്ഷേപം ഇവിടെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നേതൃത്വവും പ്രതിപക്ഷ നേതാവും ഉന്നയിച്ചത്. 1000 വീടുകൾ പണിതു കൊടുക്കുമെന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന KPCC പറഞ്ഞിട്ട് 2.5 കൊല്ലക്കാലം കഴിഞ്ഞു. ഇന്ന് മുല്ലപ്പള്ളി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ 367 വീടുകൾ പൂർത്തിയാക്കിയെന്നാണ്. അപ്പോൾ MLAമാരോട് പറഞ്ഞു, നിങ്ങൾ പണിതതും കൂടെ ആ ലിസ്റ്റ് ഇങ്ങ് തരണം. അങ്ങനെ MLAമാർ അവരുടെ നിയോജകമണ്ഡലത്തിൽ നിന്ന് പണം പിരിച്ചോ അവരുടെ വികസന ഫണ്ടിൽ നിന്ന് പണമെടുത്തോ ഒക്കെ MLAമാരെ ഉണ്ടാക്കുന്ന വീടുകൾ KPCCയുടെ അക്കൗണ്ടിലൊന്നും വരില്ല. പക്ഷേ MLAമാരുടെ 180 വീടും കൂടെ ചേർത്തിട്ടാണ് ഇന്ന് അത് 540 വീടായി നിൽക്കുന്നത്. ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിമർശനം ഉന്നയിക്കുന്ന 2.5 ലക്ഷം വീടുകൾ വെച്ച് ആ പണി പൂർത്തിയായി. ബാക്കി 4 ലക്ഷത്തിൻ്റെ പണി വിവിധ ഘട്ടങ്ങളിൽ നിൽക്കുമ്പോൾ ആ ഗവൺമെൻറ്റിനെ ഏറ്റവും കൂടുതൽ ഈ ലൈഫ് ഇഷ്യൂവിൽ അല്ലെങ്കിൽ ഭവന പദ്ധതിയിൽ വിമർശിക്കുന്ന കോൺഗ്രസിൻ്റെ സ്ഥിതി 1000 വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞ ഹസനെതിരെ നടപടി വേണം, ഹസൻ രാജിവെക്കണം എന്നൊക്കെയാണ് ഞങ്ങൾ കൂടിയപ്പാട് എക്സിക്യൂട്ടീവിൽ ഞാൻ കേട്ടത്. അപ്പോൾ KPCC വിചാരിച്ചാൽ 1000 വീട് വെച്ച് കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചിട്ട് 50% പോലും പൂർത്തീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് ആണ് കേരളത്തിലെ ഇന്നത്തെ കോൺഗ്രസിൻ്റെ ഒരു സ്ഥിതി. KPCCയുടെ പ്രസിഡന്റിന് ഒരു അധികാരമില്ല. KPCCയിൽ 2 നേതാക്കന്മാർ തമ്മിൽ നാളെ ആരാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ഇന്നിപ്പോൾ നാളെ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ളതാണ് അവർ തമ്മിലുള്ള തർക്കം എന്നെനിക്ക് തോന്നുന്നു. ഉമ്മൻചാണ്ടിയും രമേശും തമ്മിലുള്ള തർക്കം ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ സ്ഥിതി അനുദിനം മോശമായിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. കാരണം ഞങ്ങളൊക്കെ ഇപ്പോഴാണല്ലോ അവിടുന്ന് വിട്ടത്. ദുഃഖകരമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ സന്തോഷിക്കേണ്ടതാണ്, പക്ഷേ സന്തോഷിക്കാൻ കഴിയുന്നില്ല. കോൺഗ്രസ് പാർട്ടി ഓരോ ദിവസം കഴിയും തോറും സ്വന്തം വാഗ്ദാനങ്ങളിൽ നിന്നും സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പുറകോട്ട് പോകുന്നൊരു സ്ഥിതിവിശേഷമാണ്. മനം മടുപ്പിക്കുന്ന ഒരു അനുഭവമാണ് ഉള്ളത്. ഞാനിപ്പോൾ കൊടുവള്ളിയിലെ ഒരു യോഗത്തിൽ ചെന്നു. അവിടെ നിരവധി ആളുകൾ, അപ്പുറത്തെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലുള്ള ആളുകൾ ഇപ്പുറത്തേക്ക് വന്നു. അവരെ ഇപ്പുറത്തെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി അവർക്ക് ഷാൾ അണിയിച്ചോടെ സ്വീകരിക്കുന്നത് കണ്ടു. അപ്പോൾ ഇതൊരു നിയോജക മണ്ഡലത്തിലല്ല, കേരളത്തിലെ 1200 മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിൽ ആത്മാർത്ഥതയുള്ള ആളുകൾ, ഭാരവാഹികൾ, പ്രവർത്തകന്മാർ കോൺഗ്രസ് ഉപേക്ഷിച്ച് വരുന്ന ഒരു സാഹചര്യത്തിന് നേതൃത്വം കൊടുക്കുക, അത് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളൊരു ചുമതല കൂടിയാണ് ഞങ്ങൾക്കിന്നുള്ളത്. ഇതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. പിന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തെക്കുറിച്ച് 9 ജില്ലകളിൽ
പര്യടനം നടത്തി ഇനി 4 ജില്ല ബാക്കിയുണ്ട്, അങ്ങോട്ടേക്ക് പോവുകയാണ്. അതിനിടയ്ക്ക് ഞങ്ങളുടെ ദേശീയ നേതാവ് ശ്രീ ശരത് പവാർ 29-ാം തീയതി കോഴിക്കോട് എത്തുന്നു. അദ്ദേഹം 29-ാം തീയതി കോഴിക്കോട് വന്ന് അദ്ദേഹം ശ്രീ AK ശശീന്ദ്രൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലും അതുപോലെ തന്നെ കോട്ടക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിയിലുമുള്ള യോഗങ്ങളിൽ പങ്കെടുത്തതിന് ശേഷം എറണാകുളത്തേക്ക് പോകുന്നു. ബാലുശ്ശേരിയിൽ 3 നിയോജകമണ്ഡലങ്ങളിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം എറണാകുളത്ത് പോയി അന്ന് അവിടെ താമസിച്ച് പിറ്റേ ദിവസം കുട്ടനാട്ടിൽ പോയി തിരിച്ചു വന്ന് എറണാകുളം ടൗണിൽ ഒരു പൊതുസമ്മേളനത്തിൽ സംബന്ധിച്ചതിന് ശേഷമാണ് മടങ്ങി ഡൽഹിയിലേക്ക് പോകുന്നത്. അദ്ദേഹം 2 ദിവസം പൂർണ്ണമായി കേരളത്തിലുണ്ട്. ഇതാണ് ഞങ്ങളിപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിപാടികൾ. ഒരു കണ്ണടച്ച് ഇരട്ടാക്കാൻ KPCC നേതൃത്വം ശ്രമിക്കുന്നുണ്ട്. ഇന്ന് മുല്ലപ്പള്ളിയുടെ രസകരമായ പ്രസ്താവന ഉണ്ടായിരുന്നു. 2 പേര് NCPയിൽ നിന്ന് വന്നു, അവർ തിരിച്ച് NCPയിലേക്ക് പോയി എന്നാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഇന്ന് നടത്തിയ ഒരു പ്രസ്താവന. അത് അദ്ദേഹത്തിൻ്റെ ഒട്ടും നർമ്മബോധമില്ലാത്ത ഒരാളിൻ്റെ ഒരു നർമ്മപ്രയോഗമാണ്. അദ്ദേഹം എവിടെ നിന്ന് വന്നെന്നോ അദ്ദേഹം എങ്ങോട്ട് പോകുന്നെന്നോ ആർക്കും അറിയാത്തത് കൊണ്ട് ഞാൻ അതിനൊരു മറുപടിയൊന്നും പറയുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് വളരെ വലിയൊരു സംതൃപ്തിയുള്ളത് കോൺഗ്രസിൻ്റെ അണികൾ നിരന്തരമെന്നോണം കോൺഗ്രസ് വിടുന്നു, അവരെ സ്വീകരിക്കുക, അവരെ പാർട്ടിയുടെ പുതിയ സംവിധാനങ്ങളിൽ ഉൾപ്പെടുത്തുക, ആ ഒരു ജോലിയാണ് ഞങ്ങളിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായ ഒരു ജനവികാരം വളരെ വ്യാപകമായി വരുന്നു. ഇപ്പോൾ നമുക്കറിയാം, പല സർവേകളും പല വിലയിരുത്തലുകളും ഒക്കെ വളരെ പ്ലെയിനായിട്ട് വിരൽ ചൂണ്ടുന്നത് ഇടതുപക്ഷ മുന്നണി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചു വരുന്നു എന്നാണ്. 5 വർഷത്തെ ഇൻകംബൻസി ഫാക്ടർ കൊണ്ട് രക്ഷപ്പെടാം എന്ന് കരുതിയവരൊക്കെ ആ ആഗ്രഹങ്ങളൊക്കെ ഇന്ന് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇടതുപക്ഷ മുന്നണിക്ക് തന്നെയാണ് മുൻതൂക്കം. ഇടതുപക്ഷ മുന്നണിയുടെ ഭൂരിപക്ഷം എത്ര എന്നതല്ലാതെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലിപ്പോൾ മറ്റൊരു സംശയമില്ല. ഇതാണ് ഇന്നത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് വളരെ ഹ്രസ്വമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രതിപക്ഷമല്ലാതെ ഗവൺമെൻറ് എങ്ങനെ ആരോപണം കൊണ്ടുവരിക? ഗവൺമെൻറ്റിനെതിരെ ഗവൺമെൻറ് ആരോപണം ഉന്നയിക്കാൻ കഴിയുമോ? പ്രതിപക്ഷത്തിൻ്റെ ജോലിയാണത് കൊണ്ടുവരേണ്ടത്. പിന്നെ കൊണ്ടുവന്നതിന് എത്രമാത്രം അല്ല, ആരോപണമാണോ വസ്തുതയാണോ എന്നുള്ളതൊക്കെ തെളിയിക്കപ്പെടേണ്ടതാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഒരു ഡേറ്റ് ഉണ്ട്, വോട്ടർ പട്ടികയുടെ പേര് തിരുത്താൻ ഒരു ഡേറ്റ് ഉണ്ട്, വോട്ടർ പട്ടിക ഫൈനലായിട്ട് പ്രസിദ്ധീകരിക്കാൻ ഒരു ഡേറ്റ് ഉണ്ട്, വോട്ടർ പട്ടിക അവസാനം ഇത് കംപ്ലീറ്റ് കൺട്രോൾഡ് ബൈ ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഗവൺമെൻറ്റിന് ഒരു റോളും ഇതിനകത്തില്ല. രമേശ് ചെന്നിത്തല ഈ കൊണ്ടു നടക്കുന്നതൊക്കെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവിൽ ഞാൻ അവതരിപ്പിച്ചതാണ്. ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി പറയാൻ ചോദിച്ചത് കൊണ്ട്, ഡൽഹിയിലെ ഒരു IT എക്സ്പെർട്സ് കുറേ ആളുകൾ കണ്ടുപിടിച്ചൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാൽ ഒരു വോട്ടർ പട്ടികയിൽ ഒരേ മുഖമുള്ളവർ, ഒരേ ഏജ് ഉള്ളവർ, ഫാദറിൻ്റെ പേര് ഒന്ന് തന്നെയുള്ളവർ, അഡ്രസ്സ് ഒന്ന് തന്നെയുള്ളവർ, അങ്ങനെ 5 ഘടകങ്ങളുടെ ഡ്യൂപ്ലിക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. 1.25 ലക്ഷം വോട്ടുള്ള ഒരു വോട്ടർ പട്ടിക 1 മണിക്കൂർ കണ്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഞാൻ ഇത് KPCCയിൽ അവതരിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഡൽഹിയിൽ ഉപയോഗിച്ചതാണിത്. നിങ്ങൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ ആളുകളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവർ ഉപയോഗിക്കാം. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാൽ രമേശ് ചെന്നിത്തലയോ കോൺഗ്രസിൻ്റെ പ്രവർത്തകരോ ഒരു വീട്ടിലും കയറി ഡ്യൂപ്ലിക്കേഷൻ കണ്ടുപിടിച്ചിട്ടില്ല. അവർ ഒരു സ്ഥലത്തും പോയി 4 പേരും 5 പേരും ഉണ്ടെന്നുള്ളതിൻ്റെ പടമെടുത്തിട്ടില്ല. നിങ്ങളിന്ന് പത്രത്തിൽ വന്നിട്ടുള്ളത് ശ്രദ്ധിച്ചാൽ അറിയാം. ആ പ്രിൻ്റ് ഔട്ട് എന്ന് പറയുന്നൊരു കമ്പ്യൂട്ടർ പ്രിൻ്റ് ഔട്ടാണ്. അത് കോൺഗ്രസ്സുകാർ വീടാന്തരം സർവേ നടത്തി കണ്ടുപിടിച്ചതല്ല. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച്, ഞാൻ വീണ്ടും പറയുന്നു, KPCCയുടെ യോഗം കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സോഫ്റ്റ്വെയറിൻ്റെ ആളിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ഒരു നിയോജകമണ്ഡലത്തിൽ, ഇപ്പോൾ ഏത് നിയോജകമണ്ഡലമാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു നിയോജകമണ്ഡലത്തിൽ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡ്യൂപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഞാൻ ആ സ്ഥാനാർത്ഥിക്ക് കൊടുത്തു. ഞാൻ അവരോട് പറഞ്ഞു, KPCC പ്രസിഡന്റ് ഒരു കവറിംഗ് ലെറ്റർ വെച്ച് നിങ്ങളിത് ഇലക്ഷൻ കമ്മീഷന് കൊടുത്താൽ അത് മാറ്റാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അപ്പോൾ ഒരു പാർട്ടി ചെയ്യേണ്ട ജോലികൾ ചെയ്യാതെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ 13-ാം മണിക്കൂർ നേരം ഈ വോട്ടർ പട്ടികയെക്കുറിച്ച് പറയുന്നവർക്ക് എങ്ങനെയാണ് വോട്ടർ പട്ടിക പ്രിപ്പയർ ചെയ്യുന്നത്, വോട്ടർ പട്ടികയുടെ ഡെഫിഷ്യൻസികൾ എങ്ങനെ വന്നു, ആരാണ് അതിന് ഉത്തരവാദി എന്നതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. NGO അസോസിയേഷനും NGO യൂണിയനും 2 പ്രതിപക്ഷത്തിനും പക്ഷത്തിനുമൊക്കെ ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഈ പട്ടികയുമായി ബന്ധപ്പെട്ട പ്രാഥമിക ജോലികൾ ചെയ്യുന്നവർ പുറത്തു വന്ന കടലാസ് ആരുടെയൊക്കെയാണ്?
ഞാൻ ഇന്നലെ തൃശ്ശൂർ വന്നപ്പോൾ കണ്ടു, തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ കയ്പമംഗലം സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ കണ്ടു 5 സ്ഥലത്ത്. അതേതായാലും മറിച്ചിട്ടുകാർ ചേർക്കത്തില്ലല്ലോ. അപ്പോൾ ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഇത് ഈ കമ്പ്യൂട്ടർ പ്രിൻറ്റിൽ വരുന്ന പ്രോബ്ലമാണോ, ഇത് ഡെലിബറേറ്റ് ആണോ? ഇതെന്തായിരുന്നാലും നിങ്ങളൊരു ഡ്യൂപ്ലിക്കേറ്റ് ലിസ്റ്റ് എടുത്ത് ഒരു കവറിംഗ് ലെറ്റർ വെച്ച് ഇലക്ഷൻ കമ്മീഷന് കൊടുത്താൽ, അല്ലെങ്കിൽ ശ്രീ മീണയ്ക്ക് കൊടുത്താൽ തീർന്നു അവിടെ ഇറഗുലാരിറ്റീസ്. അല്ലാതെ ഇടതുപക്ഷക്കാരും അത് പോരാ അതെല്ലാം നിലനിർത്തണം, 5 പേരും നിലനിർത്തണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. വോട്ടർ പട്ടിക ശുദ്ധീകരണം, വോട്ടർ പട്ടികയുടെ ജോലി ചെയ്യാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നതിന് അത് ആരുടെയെങ്കിലും തലയിൽ പഴിവെച്ചിട്ട് കാര്യമില്ലല്ലോ. അവകാശവാദം എന്നല്ല ഞാൻ പറഞ്ഞത്, ആരോപണങ്ങൾ ഉന്നയിച്ച് ആരോപണങ്ങളുടെ പുകമറ സൃഷ്ടിക്കുക എന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തന്ത്രമായിരിക്കാം. അദ്ദേഹം അങ്ങനെ കരുതുന്നുണ്ടാവാം. പക്ഷേ അതൊന്നും ജനങ്ങൾ ഗൗരവത്തോടു കൂടി എടുക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എന്തോ കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തിന് വേണ്ടിയല്ലല്ലോ. ഞാൻ വളരെ വിശദമായിട്ട് പുറകോട്ട് പോകാൻ ഒരുപാട് സമയമെടുക്കാം. കാരണം കോൺഗ്രസിൻ്റെ ഒരു പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് കേരളത്തിലെ മാത്രമല്ല, ഡൽഹിയിൽ അതവർ ചെയ്യുന്നില്ല. ഇന്ത്യയിലെ റീജിയണൽ പാർട്ടീസിനെ കോർഡിനേറ്റ് ചെയ്ത് ഇന്ത്യയിലെ കോൺഗ്രസ്സാണ് ഇഫക്റ്റീവായിട്ട് ആൻറ്റി BJP പ്ലാറ്റ്ഫോമിൻ്റെ സെൻട്രൽ സ്റ്റേജിൽ വരേണ്ടത്. അത് ചെയ്യുന്നില്ല. കഴിഞ്ഞ 1.5 കൊല്ലമായി കോൺഗ്രസ്സിന് പ്രസിഡന്റ് ഇല്ല. ഈ 23 നേതാക്കന്മാർ ഒപ്പിട്ട് കൊടുത്തത് എന്താണെന്നറിയാമോ? കോൺഗ്രസിൻ്റെ AICC വിളിക്കണം, വർക്കിംഗ് കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് നടക്കണം, പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണം. അവരൊരു അപരാധവും പറഞ്ഞില്ല. അവർ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ളൊരു ഓബ്ലിഗേഷൻ, കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അത് ചെയ്യണമെന്നേ പറഞ്ഞുള്ളൂ. അപ്പം കഴിഞ്ഞ 1.5-2 കൊല്ലമായി കോൺഗ്രസ്സിൽ നിലനിൽക്കുന്ന ഒരു അഡ്വോക്കിസമുണ്ട്. ആ അഡ്വോക്കിസം ഓരോ ദിവസവും കോൺഗ്രസ് പാർട്ടിയെ തകർക്കാണ്. രാഹുൽ ഗാന്ധി യാത്ര ചെയ്യുന്നു, അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നു, സോണിയാഗാന്ധി യാത്ര ചെയ്യുന്നു, നല്ല കാര്യം തന്നെ. പക്ഷേ ജനങ്ങൾ ഇന്ത്യയിൽ പ്രതീക്ഷിക്കുന്നത്, ഇപ്പോൾ DMK ജയിക്കാൻ സാധ്യതയുള്ള മുന്നണിയാണ്, ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി ആന്ധ്രയിൽ ശക്തമാണ്, അതുപോലെ തന്നെ മമതാ ബാനർജിയുടെ പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി, ഓരോ സംസ്ഥാനങ്ങളിലും പ്രാദേശികമായും ശക്തിയുള്ള പാർട്ടികളെ കോർഡിനേറ്റ് ചെയ്യാൻ 67 പേര് മരിച്ച കർഷക പ്രക്ഷോഭണത്തിൻ്റെ രംഗത്ത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു സാന്നിധ്യം ബോധ്യപ്പെടുത്താൻ പോലും നമുക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് കേവലം ട്വീറ്റുകളിലൂടെ രാഷ്ട്രീയം നടക്കില്ലല്ലോ. ഇന്ത്യയിൽ ഒരു ലെഫ്റ്റിൻ്റെ അല്ലെങ്കിൽ ഓപ്പോസിഷൻ്റെ ഒരു മൂവ്മെൻറ്റിന് ലീഡ് ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് കോൺഗ്രസ് തോറ്റെന്നുള്ള ചോദ്യം വന്നപ്പോൾ അതിന് ഉത്തരവുണ്ടായിരുന്നു. വയനാട്ടിൽ അദ്ദേഹം മത്സരിക്കാൻ വന്നപ്പോൾ നോർത്ത് ഇന്ത്യയിലെ കോൺഗ്രസ് തകരുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞതാണ്, അങ്ങ് വയനാട്ടിൽ മത്സരിക്കൽ. വയനാട്ടിൽ മത്സരിച്ചാൽ അങ്ങ് മത്സരിക്കുന്ന ഇടതുപക്ഷത്തിനെതിരായിട്ടാണ്. പണ്ഡിറ്റ് നെഹ്റു മുതൽ ഒരു പ്രധാനമന്ത്രിയും ഇന്ത്യയിൽ ലെഫ്റ്റിനെതിരായിരുന്നില്ല. ലെഫ്റ്റ് ഈസ് എ ഫിലോസഫി. അതിനകത്തൊരു പാർട്ടി മാത്രമല്ല, മറിച്ച് BJPക്കെതിരായിട്ടുള്ള സമരത്തിൻ്റെ സെൻട്രൽ പോയിന്റ് ആവേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. അമേഠിയിൽ നിന്ന് അദ്ദേഹം വിഡ്രോ ചെയ്തപ്പോൾ നോർത്ത് ഇന്ത്യയിലെ കോൺഗ്രസിനുണ്ടായ ക്ഷീണമാണ്. ഞങ്ങൾ നടത്തിയ ഔദ്യോഗിക സർവേയിലൂടെ 110 മുതൽ 130 വരെ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ കോൺഗ്രസ് 40 ചുരുങ്ങാനുള്ള കാരണം അതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹം രാജിവെച്ചു, ശരിയാണ്, അദ്ദേഹം ചെയ്തത് ശരിയാണ്. പക്ഷേ രാജിവെച്ചാൽ അദ്ദേഹത്തോടെ വർക്കിംഗ് കമ്മിറ്റി ഒന്നടങ്കം ആവശ്യപ്പെടുമ്പോൾ രാജി പിൻവലിക്കണ്ടേ? 1.5 കൊല്ലമായി കോൺഗ്രസിന് പ്രസിഡന്റ് ഇല്ല. ഞാൻ പറയുന്നത് പണ്ട് ഗ്രൂപ്പില്ലായിരുന്നു, നിങ്ങൾക്കിപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ അതല്ല, ഗ്രൂപ്പല്ല, പണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കോഴിക്കോട് ആര് മത്സരിക്കണമെന്ന് കരുണാകരൻ ഒരഭിപ്രായം പറയും, ആന്റണി ഒരഭിപ്രായം പറയും. ഒരു ദിവസം വരെ ചർച്ചയിട്ടുണ്ട് ഒരു അസംബ്ലി നിയോജകമണ്ഡലം, 2 പേരും ചർച്ചയിൽ പങ്കെടുക്കും. ഇതങ്ങനല്ല. ഇപ്പോൾ ഗ്രൂപ്പ് മാറി. ഇപ്പോഴത്തെ ഗ്രൂപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു എക്സാജറേഷൻ ഇല്ലാതെ ഞാൻ പറയുകയാണ്, 90 സീറ്റിൽ നമ്മൾ മത്സരിക്കും. നിങ്ങൾ 50 എടുത്തോ, ഞങ്ങൾ 40 എടുത്തോളാം. ഞങ്ങളുടെ 40 ഞങ്ങൾ ഇഷ്ടമുള്ളവരെ നിർത്തും, നിങ്ങളുടെ 50 ആരാണെന്ന് ഞങ്ങൾ അന്വേഷിക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിർത്താം. നിർഭാഗ്യകരമായ ഒരു സ്ഥിതിവിശേഷമാണ്, ഒരു പങ്കുവെപ്പ് പ്രക്രിയയാണ്. ഞാനിത് കേന്ദ്ര നേതൃത്വത്തൊക്കെ ബോധ്യപ്പെടുത്തതാണ്. അവർക്ക് ഇടപെടാൻ കഴിയുന്നില്ല, അവർക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് അതിൻ്റെ ഒരു സ്ഥിതി. എന്തോ KPCC പ്രസിദ്ധീകരിച്ച കണക്കനുസരിച്ച് രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള ഒരു രാജീവ് ഗാന്ധി ഫൗണ്ടേഷനല്ല, എനിക്കറിയാവുന്ന ഒരു സംഘടന രാജീവ് ഗാന്ധി ഫൗണ്ടേഷനാണ്. ശ്രീ മോഹൻ ഗോപാലിൻ്റെ ചുമതലയുള്ള രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ.
ഇത് മറ്റൊരു പേരാണ് കണ്ടത്. ഡൽഹിയിൽ 5-6 കൊല്ലം ഉണ്ടായിട്ടും ഞാൻ ഒരു സംഘടനയെക്കുറിച്ച് കേട്ടിട്ടില്ല. പക്ഷെ എന്തായിരുന്നാലും രാമേന്ദ്രൻ്റെ 2.5 കോടി രൂപ ആ രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള ഒരു സംഘടന നൽകിയിട്ടുണ്ട്. കർണാടക PCC 1 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ അല്ലറ എല്ലാം കൂടെ ചേർത്ത് അവർ 4.5 കോടി രൂപ മുടക്കിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഞാൻ പറഞ്ഞത് അതിൻ്റെ കണക്കൊന്നും ഞങ്ങളാരും ചോദിക്കുന്നില്ല. പക്ഷേ 1000 വീട് ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കുമെന്നൊരു KPCC പ്രസിഡന്റ്, അന്ന് അസൻ പ്രസിഡന്റാണ്, പറഞ്ഞാൽ അതിൻ്റെ 50% പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു പാർട്ടി എങ്ങനെ മറ്റുള്ളവരെ ആക്ഷേപിക്കും? അതല്ല, ഈ കെട്ടിയ കാശ് കൊണ്ടൊന്നും 1000 വീടുണ്ടാവില്ലല്ലോ. 1000 വീട് നിർമ്മിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ 5 ലക്ഷം രൂപ, 5 ലക്ഷത്തിനും തീരത്തിൽ 5-6 ലക്ഷമൊക്കെ വേണം. MLA-മാരോട് അവസാനം പറഞ്ഞു, നാണക്കേട് ഒഴിവാക്കാൻ നിങ്ങൾ നിങ്ങളുടെ നിയോജകമണ്ഡലത്തിൽ നിങ്ങൾ പിരിച്ചതോ, നിങ്ങൾ വിദേശത്തുനിന്ന് പിരിച്ചതിനൊക്കെ കുറിച്ചൊക്കെ ഒരുപാട് പരാതിയുണ്ട് പല കോൺസ്റ്റിറ്റ്യുവൻസികളും. പക്ഷേ അതെല്ലാം കൂടെ ചേർത്ത് നിങ്ങൾ പണിതതിൻ്റെ കണക്കും കൂടി ഇങ്ങോട്ട് തന്നാൽ, അതും കൂടെ നമ്മുടെ KPCCയുടെ കൂടെ കൂട്ടിയാൽ അല്പം ഈ നമ്പർ ഒന്ന് ഇൻഫ്ലേറ്റ് ചെയ്യാമല്ലോ. അങ്ങനെയാണ് KPCCയുടെ 360-ഉം MLA-മാരുടെ 180-ഉം കൂടെ ചേർത്ത് 547 വീട് പണിതു എന്ന് മുല്ലപ്പള്ളി ഇന്നലെ ഒരു പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ KPCC പ്രഖ്യാപിച്ച പരിപാടിയുടെ 50% പോലും അവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ടും ഗവൺമെൻറ്റിനെ ആക്ഷേപിക്കുന്നു. ഗവൺമെൻറ്റിനെ ആക്ഷേപിക്കുന്നത് തെറ്റില്ല, അവർ പ്രതിപക്ഷത്തല്ലേ. 2.5 ലക്ഷം വീടുകളുടെ പണി പൂർണ്ണമായും പൂർത്തിയാക്കി 1.5 ലക്ഷത്തോളം വീടുകൾ വിവിധ സ്റ്റേജുകളിൽ അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തൊരു ചെറിയ കാര്യമാണെന്ന് എനിക്ക് കരുതുന്നില്ല. ചെയ്തത് പിണറായി ആയതുകൊണ്ട് അതെല്ലാം തെറ്റാണെന്ന് പറയുന്നത് യുക്തിസഹമല്ലല്ലോ. അതുകൊണ്ട് KPCC പറഞ്ഞത് നടപ്പാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന കാര്യമാണ് മുല്ലപ്പള്ളിയുടെ പ്രസ്താവന പറയുന്നത്. ഫണ്ട് ഡൈവേർട്ട് ചെയ്തൊന്നല്ല, അങ്ങനെ ഒരു വിശദാംശങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ എന്നെ സംബന്ധിച്ച്. അതിനെക്കുറിച്ചാണ് ഇന്ന് മുല്ലപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ കാശൊന്നും പിരിച്ചിട്ടില്ല, ഞങ്ങൾക്ക് 2 കോടി രൂപ മോട്ടിലാൽ വോറ തന്നു, 1 കോടി രൂപ കർണാടക PCC തന്നു എന്ന് പറഞ്ഞു. അവർ പറയുന്ന കണക്കല്ലേ വിശ്വസിക്കാൻ പറ്റൂ. ആരുടെ കയ്യിൽ നിന്നൊക്കെ എത്ര രൂപ പിരിച്ചു എന്നുള്ളത് ഇതിനെക്കുറിച്ച് കണക്ക് KPCC വെക്കുന്നവരെ അറിയില്ലല്ലോ. ഞാനിപ്പോൾ KPCCയുടെ ഇതിനു വേണ്ടിയുള്ള ഫണ്ട് ഡൈവേർട്ട് ചെയ്തൊന്നും അവർ അഴിമതി കാണിച്ചു എന്നുള്ള ആക്ഷേപമൊന്നും പറയാൻ വേണ്ടിയല്ല. ഞാൻ പറഞ്ഞത് അവരുടെ ഒരു പെർഫോമൻസ്. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസിനെയാണല്ലോ അവർ വിലയിരുത്തുന്നത്. ഗവൺമെൻറ്റിൻ്റെ 5 കൊല്ലത്തെ പെർഫോമൻസിനെ വിലയിരുത്തുന്ന ആളുകൾ അവരുടെ സ്വന്തം പെർഫോമൻസ് ആരും അവരോട് പറഞ്ഞില്ല നിങ്ങൾ വീട് വെച്ച് കൊടുക്കണമെന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ അസൻ പറഞ്ഞു ഞങ്ങൾ 1000 വീട് വെക്കും. ആ വീട് പിരിച്ച കാശ് കൊണ്ടാണ് ഉണ്ടായത്. പിരിച്ച കാശ് കൊണ്ട് ഇത്രയേ ഉണ്ടാക്കാൻ കഴിയൂ, അത്രയേ പിരിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നാണ് മുല്ലപ്പള്ളി പറയുന്നത്. പിരിച്ച കാശൊക്കെ എന്ന് ചോദിച്ചു. അദ്ദേഹം ഇന്നൊരു കണക്ക് വെച്ചിട്ടുണ്ടല്ലോ. ആ കണക്കിനെ കുറിച്ച് ഞങ്ങൾ ഏതായിരുന്നാലും തർക്കിക്കാൻ പോകുന്നില്ല. കാരണം ഞങ്ങളിന്ന് കോൺഗ്രസ് പാർട്ടി ഇല്ലല്ലോ. കോൺഗ്രസ്സുകാരെങ്കിലും ഒക്കെ പറയുമായിരിക്കും. AICC നടത്തിയിട്ടില്ല. KPCCയിൽ അതിശക്തമായ വിമർശനം ഉണ്ടായിട്ടുണ്ട്. ശ്രീ ഹസൻ ആരോടും ചോദിക്കാതെ 1000 വീട് നിർമ്മിക്കും എന്ന് പറയാൻ 1000 വീടെന്ന് പറഞ്ഞാൽ 50 കോടി രൂപ വേണം ഇപ്പോഴത്തെ റഫ് എസ്റ്റിമേറ്റ് അനുസരിച്ച്. ഇത് നിങ്ങൾക്ക് എന്തുകൊണ്ട് അനൗൺസ് ചെയ്തു? ഹസൻ മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ്സിൽ വളരെ വിശദമായ ചർച്ച നടത്തിയ കാര്യമാണ്. അതുകൊണ്ട് അബ്സല്യൂട്ടായിട്ട് അവർ ഫെയിൽ ചെയ്ത ഒരു കാര്യമാണ് ഈ വീടിൻ്റെ കാര്യം. അപ്പോൾ അവർ മറ്റവരെ വിമർശിക്കുമ്പോൾ സ്വന്തം ദൗർബല്യങ്ങൾ കൂടെ കാണണം എന്നാണ്. അതാണ് ഞങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. ആന്റണി പറഞ്ഞത് ഇടതുപക്ഷം തിരിച്ചു വന്നാൽ സർവനാശമാകുമെന്നാണ്. കോൺഗ്രസ് തിരിച്ചു വരാഞ്ഞിട്ടും കോൺഗ്രസിന് സർവനാശമായിരിക്കാം. കോൺഗ്രസ് തിരിച്ചു വന്നില്ലല്ലോ, ബാക്കിയില്ല. ഇപ്പോൾ ഇനി കേരളത്തിലും ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താ? ശ്രീ AK ആന്റണി അടക്കമുള്ള ആളുകളാണ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ, കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ അഡ്വൈസർ സോണിയാഗാന്ധിയുടെ അഡ്വൈസർ ശ്രീ ആന്റണിയാണ്. ആന്റണിയുടെ അഡ്വൈസ് അനുസരിച്ച് എല്ലാ കാര്യങ്ങളും സോണിയാഗാന്ധി ചെയ്യാറുള്ളൂ. കാരണം ഒരു ഇൻസൈഡർ എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. അവസാനം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുമ്പോൾ ലാസ്റ്റ് ഫോൺ കോൾ ആന്റണിക്കാണ്. ആന്റണിയാണ് ലാസ്റ്റ് വേർഡ് പറയേണ്ടത്. എവിടെ എത്തി പാർട്ടി? അപ്പോൾ അവർക്കൊക്കെ മറ്റുള്ളവരെ വിമർശിക്കാനുള്ള
ഒരു ധാർമ്മികമായ അവകാശം പോലുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ കോൺഗ്രസിന് ഒറ്റയ്ക്ക് പറ്റില്ല, പ്രാദേശികമായി സഖ്യമുണ്ടാക്കണം എന്ന് തീരുമാനിച്ചു. ഞാൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ സഖ്യത്തിൻ്റെ ചുമതല വർക്കിംഗ് കമ്മിറ്റി ശ്രീ ആൻ്റണിക്ക് കൊടുത്തു. ഞാൻ പല പ്രാവശ്യം ശ്രീ ആൻ്റണിയെ കണ്ടിരുന്നു. ഡൽഹിയിൽ കേജ്രിവാളുമായിട്ടുള്ള സഖ്യം. നമുക്ക് ഈ വാർത്താ സമ്മേളനത്തിലേക്ക് പിന്നീട് വരാം. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വരുന്നു. തിരിഞ്ഞുകൊത്തുന്ന ഇരട്ട വോട്ട് ആരോപണം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ സമയത്ത് വരുന്നത് എൽദോസ് കുന്നപ്പള്ളിക്ക് ഇരട്ട വോട്ട് എന്ന വാർത്ത വരുന്നു. രായമംഗലം പഞ്ചായത്തിലും മാറാടി പഞ്ചായത്തിലുമാണ് ഇരട്ട വോട്ടുള്ളത്. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഇരട്ട വോട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സാലി മുഹമ്മദ് ചേരുന്നു വിശദാംശങ്ങൾ നൽകാനായി. സാലി, പ്രതിപക്ഷ നേതാവ് വലിയ വിമർശനമായി ഉന്നയിച്ച കാര്യമാണ് ഈ ഇരട്ട വോട്ട് വിഷയം. വലിയ ആരോപണമായിട്ട് അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ ഇതിൽ പുറത്തു വരുന്ന പേരുകളൊക്കെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ അടക്കം പേരുകളാണ്. ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിക്കും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഇരട്ട വോട്ടുകൾ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത് സാലി? അതായത് ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് വിശദീകരിക്കാൻ കഴിയാത്തൊരു പ്രതിസന്ധിയാണത്. കാരണം സംസ്ഥാനത്തൊട്ടാകെ ഈ പ്രതിസന്ധിയുണ്ട്. ഇരട്ട വോട്ടുകൾ 4 ലക്ഷത്തോളം ഉണ്ടെന്ന് പറഞ്ഞത് പുറത്തു വന്ന പേരുകളെല്ലാം കോൺഗ്രസ് നേതാക്കളുടെ സ്ഥാനാർത്ഥികളുടെയാണ്. ഇപ്പോൾ ഒടുവിൽ പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന എൽദോസ് കുന്നപ്പള്ളിക്കും ഭാര്യ മറിയാമ്മയ്ക്കും 2 ഇടത്ത് വോട്ടുണ്ട് എന്നതാണ് ഒടുവിൽ സ്ഥിരീകരിക്കുന്ന വിവരം. അതൊന്ന് പെരുമ്പാവൂർ മണ്ഡലത്തിലെ രായമംഗലം പഞ്ചായത്തിലെ 142-ാം ബൂത്തിൽ 1354-ാമത്തെ വോട്ടറാണ് എൽദോസ് കുന്നപ്പള്ളി. ഭാര്യ മറിയാമ്മ എബ്രഹാം 1358-ാമത്തെ വോട്ടറാണ് ആ ബൂത്തിലെ. തൊട്ടടുത്ത മണ്ഡലമായ മൂവാറ്റുപുഴ മണ്ഡലത്തിലെ മാറാടി പഞ്ചായത്തിലും സമാന രീതിയിൽ തന്നെയാണ് ഉള്ളത്. 159-ാമത്തെ ബൂത്തിൽ എൽദോസ് കുന്നപ്പള്ളിക്കും ഭാര്യ മറിയാമ്മയ്ക്കും ആ മണ്ഡലത്തിലും വോട്ടുണ്ട്. ഒരേ ഫോട്ടോ, ഒരേ അഡ്രസ്സ്, ഒരേ പേരുകൾ. പക്ഷേ പ്രശ്നം 2 മണ്ഡലത്തിൽ 2 ബൂത്തിൽ, 2 പഞ്ചായത്തിൽ 2 ബൂത്തിൽ. അപ്പോൾ ചുരുക്കത്തിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് 2 ഇടത്ത് വോട്ടുണ്ട്. ഇരട്ട വോട്ട് എന്ന് രമേശ് ചെന്നിത്തല ആക്ഷേപിക്കുന്ന ആ ആക്ഷേപം എൽദോസ് കുന്നപ്പള്ളി എന്ന UDF MLAക്കും കോൺഗ്രസ് നേതാവിനും ഭാര്യയ്ക്കും ബാധകമാണ് എന്നാണ് ഇതോടെ തെളിയുന്നത്. ഇത് ആദ്യത്തെ സംഭവമല്ല. കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ചില സംഭവവികാസങ്ങളുണ്ടായിരുന്നു. കയ്പമംഗലത്ത് UDF സ്ഥാനാർത്ഥിക്ക് ഇരട്ട വോട്ടുണ്ടെന്ന് തെളിഞ്ഞിരുന്നു. മാത്രമല്ല, രമേശ് ചെന്നിത്തല ആദ്യ ദിവസം ഉന്നയിച്ച ഉദുമ മണ്ഡലത്തിലെ കുമാരിക്കും ഭർത്താവിനും ഒക്കെ 5 വോട്ടുണ്ടെന്ന് പറഞ്ഞു. ആ 5 വോട്ട് ഞങ്ങൾ കോൺഗ്രസ്സുകാരാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് കുമാരിയും കുടുംബവും പുറത്തു വരികയും രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. സ്ഥാനാർത്ഥി അതൊന്നും അതിനപ്പുറത്തേക്ക് കുറെ KPCC ഭാരവാഹികൾക്കൊക്കെ ഇങ്ങനെ ഇരട്ട വോട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വാർത്തകളും വിവരങ്ങളും ഒക്കെ പുറത്തേക്ക് വരുന്നത്. പ്രതിപക്ഷ നേതാവ് ആരോപിച്ച് ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ ഇരട്ട വോട്ടുകാരെ തട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത സാഹചര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ മാർക്സിസ്റ്റുകാർ ചെയ്തതാണെന്നാണ്, ഇരട്ട വോട്ടുകൾ എല്ലാം ചേർത്തത്. ഇനി ഇതും അങ്ങനെ പറയുമെന്നാണ് ഇപ്പോൾ സംശയം വരുന്നത്. മാത്രമല്ല, ഈ രമേശ് ചെന്നിത്തല പുറത്തുവിട്ട പേരുകളൊന്നും എതിർ രാഷ്ട്രീയ പാർട്ടികൾ CPMൻ്റെയോ LDFൻ്റെയോ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട പേരുകളാണെന്ന് ഔദ്യോഗികം സ്ഥിരീകരിച്ച് പറയാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞതുമില്ല. എന്നാൽ മറിച്ച് രമേശ് ചെന്നിത്തലയുടെ പാർട്ടിക്കാരോ MLAമാരോ സ്ഥാനാർത്ഥികളോ KPCC ഭാരവാഹികളോ അനുയായികളോ ഒക്കെയാണ് എല്ലായിടത്തും ഇരട്ട വോട്ടിൽ കക്ഷികളായി വന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഒടുവിലത്തെ ഈ കുന്നപ്പള്ളിയുടെ ഫോട്ടോയും വിവരങ്ങളും പുറത്തു വരുന്നതോടുകൂടി വ്യക്തമാകുന്നു. ഇന്ന് രമേശ് ചെന്നിത്തല കൊച്ചിയിൽ മാധ്യമപ്രവർത്തകർ കണ്ട വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഈ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചു. മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു, നിങ്ങളുടെ ആളുകൾ തൻ്റെ പേരുകൾ തന്നെയാണല്ലോ ഓരോ ദിവസവും പുറത്തു വരുന്നതെന്ന്. ഈ എൽദോസ് കുന്നപ്പള്ളിയുടെ പേര് വിവരം അപ്പോൾ പുറത്തു വന്നിട്ടില്ല. 10 മണിക്കാണ് വാർത്താ സമ്മേളനം നടത്തുന്നത്. എൽദോസ് കുന്നപ്പള്ളിയുടെ വിവരം ഇപ്പോഴാണ് പുറത്തു വരുന്നത്. അപ്പോൾ അത് കിട്ടിയിട്ടില്ല. അതില്ലാതെ തന്നെ കയ്പമംഗലത്തിലെ സ്ഥാനാർത്ഥിയുടെ കാര്യവും കുമാരിയുടെ പേര്, ഉദുമയിലെ കുമാരിയുടെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ ചെന്നിത്തല പറഞ്ഞത് എല്ലാ കുഴപ്പവും ഇലക്ഷൻ കമ്മീഷൻ്റേതാണ് എന്ന് വിശദീകരിച്ച് രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. അതായത് പുറത്ത് ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞത് CPM പ്രവർത്തകരും അണികളും CPM അനുഭാവികളായ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ചേർന്ന് നടത്തിയ തട്ടിപ്പ് എന്ന് ആവർത്തിച്ച് വിശദീകരിക്കുമ്പോഴും പുറത്തു വരുന്നത് ഘടകവിരുദ്ധമായ കാര്യമാണ്. അതായത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ, നേതാക്കളുടെ, MLAയുടെ, സ്ഥാനാർത്ഥികളുടെയൊക്കെ വോട്ടാണ് ഇരട്ട വോട്ടായി പട്ടികയിലുള്ളത് എന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ അതിനെല്ലാം ഉത്തരവാദിത്വം
ഇലക്ഷൻ കമ്മീഷനാണ് വിശദീകരിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹം കോടതിയിൽ പോയിട്ടുണ്ട്. കോടതി അത് അല്പം മുമ്പ് പരിഗണിച്ചിട്ട് തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റി. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനോട് നിലപാട് തേടിയിട്ടുണ്ട്. ഈ പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ, വസ്തുതയുണ്ടോ, അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ഒരു വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തിങ്കളാഴ്ച ഈ കേസ് കോടതിയിലെത്തും. അതായത് നിയമപ്രശ്നത്തിലേക്ക് കടക്കുകയാണ്. രാഷ്ട്രീയ വിഷയമാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഒരു നിയമപ്രശ്നവുമായി അത് മാറിയിരിക്കുന്നു. ഈ രണ്ട് വിഷയത്തിലും പ്രതിക്കൂട്ട് നിൽക്കുന്നത് കോൺഗ്രസ് നേതാക്കളാണ് എന്നുള്ളതാണ് ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി MLAയുടെയും ഭാര്യ മറിയാമ്മ ഇബ്രാഹിമിൻ്റെയും പേര് വിവരം പുറത്തു വന്നതോടുകൂടി വ്യക്തമാവുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് ചില സ്ഥലങ്ങളിലും സമാന സാരിയിലേക്ക് വിശദാംശങ്ങൾ തേടാനായി എത്തും. ഏതായാലും ഈ കാര്യങ്ങൾ വളരെ രസകരമാണ്. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കും നേരെ തിരിഞ്ഞെല്ലുന്ന കാഴ്ചയാണ് കണ്ടത്. നമ്മൾ കഴിഞ്ഞ ദിവസം കയ്പമംഗലത്ത് കണ്ടു. അവിടുത്തെ സ്ഥാനാർത്ഥി ശോഭാ സുബിന് ഇരട്ട വോട്ടുണ്ട്, 2 കാർഡുകളുമുണ്ട് എന്ന കാര്യം വരുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാവാണ് എൽദോസ് കുന്നപ്പള്ളി. എല്ലാ വിഷയങ്ങളിലും രേഖകൾ സഹിതം വന്ന ആരോപണങ്ങൾ ഉന്നയിക്കാറുള്ള നേതാവാണ് കുന്നപ്പള്ളി. അദ്ദേഹത്തിനും ഇപ്പോൾ 2 വോട്ടുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും 2 വോട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. തിരുവനന്തപുരത്ത് KPCC അംഗവും DCC സെക്രട്ടറിയും ഒക്കെയായ ആളുകൾക്ക് ഇരട്ട വോട്ടുകൾ വരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ ഇതുമായി കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നു ഇരട്ട വോട്ടുകൾ എന്ന് അറിയാൻ കഴിയുന്നു. വളരെ രസകരമായി നിൽക്കുന്നു കാര്യങ്ങൾ. വളരെ വേഗം അല്പസമയത്തിനകം അടുത്ത വാർത്തയുമായി പ്രിയ ചേരും. നമസ്കാരം.